ആദ്യമായിട്ടൊന്നും ചെയ്തതല്ല, ജണ്ടൂസ്. അപ്പോഴ് ഇതിട്ടാരാണ്? ഫാദർ ഓഫ് ഹിസ്റ്ററി ആയിട്ടുള്ള ഹെറോഡോട്ടസ്. ആ ഇൻഡസിന്റെ ലിപ്യന്തരീകരണം, ട്രാൻസ്ലേഷൻ ആണ് ഇന്ത്യ. ഓക്കെ, ഇന്ത്യ എന്ന് പറയുന്ന, അപ്പൊ അതൊക്കെ നമുക്ക് വേണ്ടി വരും അല്പം കഴിഞ്ഞ്. അല്ലെങ്കിൽ ഹെറോഡോട്ടസ് ഈ ഭൂമിക്ക് പേരിട്ടു മെസപ്പൊട്ടേമിയ. മെസപ്പൊട്ടേമിയ എന്ന പദത്തിന്റെ അർത്ഥം പ്ലേസ് ഓർ ദ ലാൻഡ് ബിറ്റ്വീൻ റിവേഴ്സ് ഓർ വാട്ടർ. പൊട്ടേമിയ എന്ന പദം വന്നത് പൊട്ടാമോസ് എന്ന പദത്തിൽ നിന്നാണ്. പൊട്ടാമോസ് river or in Greek. Okay, in Greek there is no indefinite article. അപ്പോ പൊട്ടാമോസ് നമുക്കൊരു ജീവി അറിയാലോ അതിൽ കിടക്കുന്നത്. അപ്പൊ അത് ഓർത്താ മതി. വെള്ളം അല്ലെങ്കിൽ രണ്ട് സ്ഥലം ഇന്നത്തെ റഷ്യയുടെ അതിർത്തി പ്രദേശത്ത് ഉള്ള വാൻ തടാകത്തിൽ, വാൻ തടാകത്തിൽ നിന്ന് ഉത്ഭവിച്ച് 2300 മൈൽസ് സഞ്ചരിച്ച് പേർഷ്യൻ ഗൾഫിൽ പതിക്കുന്ന ഒരു നദി, പേർഷ്യൻ ഉൾക്കടലിൽ പതിക്കുന്ന ഒരു നദി. ഇതിന്റെ പേര് യൂഫ്രട്ടീസ് എന്നാണ്. യൂഫ്രട്ടീസ്. എത്ര അതിൻ്റെ വലിപ്പം? 2300 മൈൽ. ഓക്കെ, യൂഫ്രട്ടീസ് നദി കടലിൽ പതിക്കുന്ന, പേർഷ്യൻ ഗൾഫിൽ പതിക്കുന്ന ആ സ്ഥലത്ത് നിന്ന് ഒരു 45 മൈൽസ് മറ്റൊരു നദി അതോട് വന്ന് ചേരും. 45 മൈൽ ഒന്നിച്ചിടും. ആ നദിയുടെ ഉത്ഭവം അരാരത്ത് പർവ്വത നിരകളിൽ നിന്നാണ്. അറിയാലോ, അരാരത്ത് പർവ്വത നിരകളിൽ നിന്ന് ഒഴുകി 1900 മൈൽ സഞ്ചരിച്ചു. 990 മൈലുകൾ സഞ്ചരിച്ച് ഈ നദിയോട് ചേരും. അതിന്റെ പേര് ടൈഗ്രീസ് എന്നാണ്. ഇതിൽ വലിയ നദി ഏതാ? യൂഫ്രട്ടീസ്. അതുകൊണ്ട് ഈ നദിയെ വിളിക്കും മഹാനദി. അങ്ങനെ ചേർന്ന നദിയേയും കണ്ടു. ഓക്കെ, യൂഫ്രട്ടീസും ടൈഗ്രീസും. ഇതിന്റെ ഇടയ്ക്കുള്ള ഭൂപ്രദേശത്തെയാണ് മെസപ്പൊട്ടേമിയ എന്ന് പറയുക. ഓക്കെ, ഈ രണ്ട് നദികളിൽ നിന്ന് ഇറാഖിലൂടെ ഒഴുകുന്നുണ്ട്, യൂഫ്രട്ടീസും ടൈഗ്രീസും. ഇനി ഈ നദികളെ ഞാൻ ഈ രൂപത്തിൽ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അപരിചിതത്വം തോന്നുന്നു എനിക്കറിയാം. നോട്ട് ഫെമിലിയർ വിത്ത് യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ് ബിബ്ലിക്കലി. പക്ഷെ ബൈബിളിലുണ്ട് ഇത്. നമ്മുടെ മലയാളം ബൈബിളിൽ കറക്റ്റ് ആയിട്ട് ഇതിട്ടുണ്ട്. ഒന്നാം നദിക്ക് പീശോൻ, ഗീഹോൻ, ഹിദ്ദേക്കൽ ആൻഡ് ഫ്രാത്ത് കഴിയിട്ടില്ലേ? എപ്പോഴും ഒരു കാര്യം ഓർത്തോണം, മലയാളം ബൈബിളിലെ പേരുകളാണ് കറക്റ്റ്, നോട്ട് ഇൻ ഇംഗ്ലീഷ്. അറിയാമോ? മത്തായി ആണ് ശരി, നോട്ട് മാത്യു. ലൂക്കോസ് ആണ് ശരി, നോട്ട് ലൂക്ക്. യേശു തന്റെ ശിഷ്യനായ യോഹന്നാനെ വിളിച്ചു യുഹാന, അതാണ് കറക്റ്റ്. നമ്മുടെ കർത്താവിന്റെ പേര് ശരിക്കും അങ്ങനെ വിളിക്കണം എന്നറിയണ്ടേ? യഹോശുവ മശിഹ. മനസ്സിലായോ? യഹോശുവയാണ് കർത്താവ്. ഹോശുവ ഹാ മശിഹ എന്ന് വെച്ചാൽ കർത്താവായ യേശു, ജീസസ് ക്രൈസ്റ്റ്. ശരിക്കും പറയണ്ട എങ്ങനെ? യഹോശുവ. യാഹുവേ, യാശുവ, യാഹുവേ ആൻഡ് യാശുവ, ഈ രണ്ട് പദങ്ങൾ ചേരുമ്പോഴാണ് യഹോശുവ. അത് ചുരുക്കി പറയുന്നതാണ് യേശു. അതായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ സായിപ്പ് പേരിട്ട ജീസസ് എന്ന്. ഇനി പോട്ടെ, മലയാളമായിട്ട് ഇത്രയും അടുപ്പം വരാൻ കാരണം അറിയോ? ഈ പദത്തിന് നമ്മുടെ നമുക്കൊരു ചരിത്രം ഉണ്ടെന്ന് ഇവർക്കുള്ളതിനേക്കാൾ. ഇവർ
1515-ലൊക്കെയാണ് 1500-കളിലൊക്കെ ഇതുമായിട്ട് ബന്ധം വരുന്നത്. നമുക്ക് 2000 ഇയേഴ്സിന്റെ ഹിസ്റ്ററി ഉള്ളവരാണ്. അതിനു മുമ്പുണ്ട്. കാരണം സോളമൻ ദ ഗ്രേറ്റിന്റെ കാലത്ത് നമ്മളിവിടുന്ന് ആനക്കൊമ്പും മയിലും ചന്ദനത്തരങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങോട്ട് വിടുമായിരുന്നു. അവിടുന്ന് ഇങ്ങോട്ട് അങ്ങനെ ജൂതന്മാരുമായിട്ട് പണ്ടേ ബന്ധമുള്ളവരാണ് നമ്മളെന്ന്. അങ്ങനെ കറക്റ്റ് പദമൊക്കെ വന്നേ. അതിനുള്ള മലയാളം ബൈബിളിന്റെ പരിഭാഷയിൽ ജൂതന്മാരുണ്ടായിരുന്നു. കൊച്ചി സ്ഥിരതാമസക്കാരനായ മോസസ് ഇസാർവതി എന്നു പേരായ ഒരു ജൂതനും ഒരു വൈദ്യനാഥ അയ്യരും ഒരു ചാത്തു മേനോനും ചേർന്നാണ് നമ്മുടെ ഈ മലയാളം ബൈബിൾ ചെയ്തു തന്നെ. കേട്ടോ? അതിലൊന്നും ഒരു ക്രിസ്ത്യാനിയുടെ സാന്നിധ്യം ഇല്ല. നന്നായി നന്നായി എന്ന് പറയാൻ കാരണം നമ്മുടെ ഒരു മലയാളം ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത്. ഒരു സാക്ഷി പറയാൻ പറഞ്ഞു പോയാൽ, കോട്ടയത്തിൻ്റെതായിരിക്കുന്ന പ്രാന്തപ്രദേശത്ത് നിന്ന് എറണാകുളത്തിൻ്റെതായിരിക്കുന്നതായ പ്രദേശത്തേക്ക് വരുവാനൊക്കെ ഇടയായി തീർന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ളതായ അതിനുള്ളതായ ബന്ധത്തില് പോകുവാനൊക്കെ ഇടയായി തീർന്നുകൊണ്ടിരുന്നപ്പോൾ മര്യാദയ്ക്ക് പറഞ്ഞാൽ മതി. അതിനാണ് അതിനുള്ളതായ ബന്ധത്തിൽ പോകാനൊക്കെ ഇടയായി തീർന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ളതായ പ്രധാനദാസനെ പറയുവാനൊക്കെ ഇടയായി തീർന്നപ്പോൾ ഞാൻ കേൾക്കുവാൻ, നമ്മൾ നാട്ടിൽ ഈ പാസീവ് വോയിസ് ഉപയോഗിക്കുന്നത് കേട്ടിട്ടുണ്ടോ? കർത്താവിന്റെ പറയപ്പെടുവാൻ ഇടയായപ്പോൾ ഞാൻ പോകപ്പെടുവാൻ തക്ക ഇടയായി തീർന്നു. പാസീവ് വോയിസാ മൊത്തം. നമ്മുടെ ഇതിലേക്ക് ഇത് ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഒരു പരുവാക്കി തന്നേനെ. അതിന്റെ പരിപാടി ആരുടെയും കൈ കൊടുക്കാൻ പറ്റില്ല. നമ്മളെ വീട് ഇനിയും വല്ല അച്ഛന്മാരുടെ ആണെങ്കിൽ ഇത് വായിക്കാൻ കൊള്ളായിരുന്നു. പാസ്റ്റർമാരെഴുതിയ ഇതൊരു പരുവായനെ. അച്ഛന്മാരൊക്കെ ആണെങ്കിൽ ഇത് കുഞ്ഞാടുകളെ എന്നൊക്കെ വിളിച്ചത് അതിന്റെ രീതി കളഞ്ഞാൻ. അതിനാ ഈ സായിപ്പ് ബെഞ്ചമിൻ ബേലി ഇത് പരിഭാഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന നാട്ടിൽ നല്ല പണിയറിയാവുന്ന ഒരു നായരെ, ഒരു അയ്യരെ, ഹീബ്രുവും ഗ്രീക്കും ഇംഗ്ലീഷും ഒക്കെ അറിയാവുന്ന മോസസ് ഇസാർഫതിയെ എല്ലാം വിളിച്ചിരുത്തിയിട്ട് പണി അങ്ങോട്ട് ആരംഭിച്ചു. ഓരോ പദവും നോക്കി 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 സൂപ്പർവിഷനൊക്കെ നടത്തി. ഇത് ബൈബിള് പരിഭാഷപ്പെടുത്തുമ്പോൾ ഒരു സംഭവമുണ്ട്. കുളിച്ച് ശുദ്ധരായി വന്ന് ചന്ദനക്കുറി പൂശി തുളസിക്കതിരണിഞ്ഞ് പ്രാർത്ഥനാമുറിയിൽ പൂജ കഴിഞ്ഞ് വന്നാണ് നമ്മുടെ ഈ ചാത്തുമേനോൻ ബൈബിൾ പരിഭാഷ തുടങ്ങുന്നത്. നിസ്സാര കാര്യമാണോ? ചിലക്ക് ഇത്രയും കേട്ടാൽ മതി. പിന്നെ ഇങ്ങനാണെങ്കിൽ ഇത് വായിക്കുന്നില്ലെന്ന് നോക്കും, പേടി കാരണം. ഇതെല്ലാം ഭയങ്കര വിടുതല. ഞാൻ കൂടുതൽ പേടിത്തൊണ്ടന്മാരെ കണ്ടേക്കുന്നല്ലേ ഇതിനകത്താ. അവിടെ ഒരു പോരാട്ടമുണ്ട്, ഇവിടെ ഒരു ബന്ധനമുണ്ട്, അപ്പുറത്തൊരു കെട്ടുണ്ട്. അയ്യോ, ഓർത്തപ്പോ ദേഹം പെരുക്കുന്നുണ്ട്. കണ്ടിട്ടില്ലേ? അതിലെങ്ങാണ്ട് ഒരു സ്വാമി പോയി, ഇതിലെങ്ങാണ്ട് ഒരുത്തം പോയി. നമ്മുടെ വിചാരം ഈ വഴിയെ പോകുന്നെല്ലാം നമ്മുടെ മണ്ടയ്ക്ക് അടിക്കാൻ പോവാന്ന്. അവനവന്റെ വഴിക്ക് പോയതാ. മനസ്സിലായില്ലേ? പിടികിട്ടിയോ? പോട്ടെ, നമ്മുടെ കൂടെയുള്ള കർത്താവിന്റെ ശക്തിയെ പറ്റി ഇങ്ങനെ വർണ്ണിച്ചു പറഞ്ഞിരുന്നേ കൊള്ളായിരുന്നു അല്ലേ? ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലും പറയാ, പക്ഷെ ഇവിടുത്തെ ഈ പോരാട്ടം എന്താണെന്നറിയോ? നമ്മളെന്തിനാ ഇതൊക്കെ അറിയുന്നു? നമ്മളിത് അറിഞ്ഞിട്ട് എന്താ കാര്യം? ചില ഈ പിശാചിനെ പുറത്താക്കുമ്പോ അതിനോട് ചോദിക്കും, എവിടുന്നാ വന്നേ, എന്തിനാ വന്നേ, എങ്ങനാ പോന്നേ, ഇതെന്തിനാ അറിയുന്നത് നമ്മള്? ചിലർ ഈ പിശാചിനെ വിടുമ്പോൾ ഒരു ഉറപ്പിന് വേണ്ടി ബൈബിൾ അതിൻ്റെ കൊടുക്കും. പിന്നെ ഗ്രാജുവേഷൻ നടത്താൻ പോവാണ്, ഇതും കൊണ്ട് സുശേഷ വേലയ്ക്ക് പോവാണോ? ഈ ബൈബിൾ കോളേജ് ഗ്രാജുവേഷൻ നമുക്കെല്ലാം ഓരോ പുതിയ ബൈബിൾ തരും എന്ന് പറഞ്ഞ പോലെ പിശാജ് സത്യം ചെയ്ത് വിട്ടുവാൻ വേണ്ടി ഈ പുസ്തകം അവൻ്റെ കയ്യിലോട്ട് കൊടുക്കുക. പിശാജ് എന്ന് പറഞ്ഞവനെ ഹോഷ്കോ അവന്റെ അപ്പനോ എന്നാണ് എഴുതിയിരിക്കുന്ന. കള്ളം പറയുന്നവന്റെ പക്കലേക്ക് ഈ പുസ്തകം കൊടുത്തു വെച്ച് പറയാ സത്യം ചെയ്യാൻ. ഇതാ ഇവൻ വീണ്ടും വീട്ടിൽ വരുന്നേ. നമ്മുടെ ഈ അന്ധവിശ്വാസമൊക്കെ മനസ്സിലായോ? പിന്നെ എന്തോ ഒരു അവസ്ഥ. അവിടെ അവൻ നിൽക്കുന്നു, ഇവിടെ ഇവൻ നിൽക്കുന്നു, അവിടെ ഭയങ്കര പോരാട്ടമാണ്. ഞാനൊരിക്കലോടത്ത് ചെന്നപ്പോ ഒരു അമ്മച്ചി എന്നോട് പറഞ്ഞാണ്, ഇങ്ങനെ തെക്ക് വടക്കൊരു പോക്കുവരവുണ്ട്. ഞാൻ പറഞ്ഞു തോന്നുന്നല്ലേ, തെക്ക് വടക്കൊരു പോക്കുവരവുണ്ട്. കുഞ്ഞുങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല, മുതിർന്നവർക്ക് വേണ്ടിയാ പറയുന്നത്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പറയാം. ഒരു ഡിമണി പവറിന്റെ റൂട്ട് ഉണ്ടെന്ന്, ഇങ്ങനെ സ്ഥിരം എന്ന് വെച്ചാൽ അതിന് ഹൈവേ ഒക്കെ ഉണ്ട്, അതിലെങ്ങനെ പോവാം കൃത്യം ഒരു വഴി. അപ്പൊ അവിടെയാ നമ്മുടെ ഈ ഹാൾ ഇരിക്കുന്നത്. അതാ ഈ വിടുതലില്ലാത്ത ആ പോക്കുവരവ് തടഞ്ഞോണ്ടാണ് ഈ ഹാൾ. അന്ന് അവിടെ വെക്കരുത് വെക്കരുത് പരമാവധി പറഞ്ഞതാ, എന്നിട്ടും അവിടെ തന്നെ വെച്ചെന്ന്. പല ദിവാസന്മാർ പറഞ്ഞു അവിടെ വെക്കരുത്. ഒരു കാര്യം അറിയാമോ? ഇവിടെ ഒരു സഭയുണ്ട് ഈ വെളിപ്പാട് പുസ്തകത്തില്.
നീ എവിടെ പാർക്കുന്നു? അത് സാത്താന്റെ സിംഹാസനം ഉള്ളടമെന്ന് ഞാൻ അറിയുന്നു. ഇത് അന്തസ്സുള്ള ആത്മീയന്റെ ലക്ഷണം. പിശാചിന്റെ കോട്ട കണ്ടിട്ട് പുറങ്കാലൊരു അടി കൊടുത്തിട്ട് അവിടെ കൊണ്ട് ചർച്ച് പ്ലാൻ ചെയ്യുന്നവനാ ദൈവത്തിന്റെ മക്കള്. പേടിയൊന്നും പാടില്ല ഇതിനകത്ത്. ഇരുട്ടിന്റെ ആത്മാക്കളെ കണ്ട് ഭയം വരാത്ത, നട്ടല് വളയ്ക്കാത്തൊരു സമൂഹമാണ് യേശുവിന്റെ അനുഗാമികൾ. പ്രൈസലോ. അപ്പൊ ഇവിടൊക്കെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നും ഈ നാടല്ലേ ഇങ്ങനെ നിരാശയൊന്നും വേണ്ട. അതൊക്കെ സത്യമാണെന്നേ. നമ്മൾ പൊരുതാൻ വന്നവരാ, പൊരുതി ജയിക്കാൻ വന്നവരാണ്, പട പൊരുതി പിടിച്ചെടുക്കാൻ വന്നവരാ. ലേലുയ. അപ്പൊ ബലം വരണം വചനമൊക്കെ കേൾക്കുമ്പോ. സ്തോത്രം. അല്ല, ഞാൻ പരിഹസിച്ചൊന്നുമല്ല, ഞാനിത് സെൽഫ് ക്രിറ്റിസമാണ് നടത്തി കേട്ടോ. നമ്മളെല്ലാം ഉൾപ്പെട്ട് കിടക്കുന്നത് അങ്ങനെ എടുക്കാവുള്ളേ. വിഷമമുണ്ടോ? അപ്പോ പറഞ്ഞു വന്നത്, ഈ നമ്മളുടെ മോസസിസാർ മതിയല്ല ഇത് പരിഭാഷപ്പെടുത്തി. മറ്റേ പുള്ളി ഇങ്ങനെയൊക്കെയാ ചെയ്തത്, അയാൾ ഭക്തി കൊണ്ട് ചെയ്യുന്നതാണ്. ഇതെല്ലാം പറയുമ്പോൾ ഈ മനുഷ്യൻ പറയുകയാണ് ക്രിസ്തു ഭഗവാൻ, അങ്ങനെ പറയത്തുള്ളൂ. പുള്ളിയുടെ ആ ഭാഷ കൊണ്ട് അതിനകത്ത് വന്നേക്കുന്നത് പട്ടണമേനവന്മാർ. മലയാളത്തിൽ കണ്ടില്ലേ? അങ്ങനെയൊക്കെ പുള്ളി ആ പഠിച്ചു വന്ന ശീലമാണ്. ഇതൊക്കെ ആണെങ്കിൽ ഈ ആശാൻ യേശുവിനെ ഇഷ്ടമാണ്, സകല ദൈവങ്ങളെ ഇഷ്ടമാണ്, എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യും. മനുഷ്യൻ നല്ല പണ്ഡിതൻ, കളക്ടറായിട്ടൊക്കെ ഇരുന്ന കേട്ടല്ല, ചുമ്മാ ഒരാളല്ല. ഇംഗ്ലീഷ് അറിയാം, പരിഭാഷ അറിയാവുന്നവർക്ക് കൊണ്ടിരുത്തിയല്ല, അപാര ജ്ഞാനിയാണ്. അവസാനം വായിച്ച് കൊലോസിർക്കെഴുതിയ ലേഖനത്തിലെത്തിയപ്പോൾ സ്തംഭിച്ചുപോയി. അവിടെ പൗലോസ്ലീഹ പറയാ, ആരാണ് ഈ ക്രിസ്തു? എന്തൊരു പവറാന്നറിയാ വാക്യത്തിന്. കൊലോസ് ലേഖനത്തിലെ ക്രിസ്തു തത്വം എഴുതിയിരിക്കുന്നേ, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ. അതുവരെ ഓർത്തു ക്രിസ്തു ഭഗവാൻ ഒരു ദേവൻ എന്നൊക്കെ ഓർത്തപ്പോ, അവൻ അദൃശ്യനായ ഇൻവിസിബിൾ ഗോഡിന്റെ ഇമേജ് ആണ് നിൽക്കുന്നത്. ദ ഐക്കൺ ഓഫ് ദ ഇൻവിസിബിൾ ഗോഡ് ഓൾമൈറ്റി. അതാണിത്. സകല സൃഷ്ടിക്കും ആരംഭകൻ, ആദ്യാതെന്നല്ല, സകല സൃഷ്ടിക്കും മുന്നമേ ഉള്ളവൻ. വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തര അവനായി ഉളവായി. ഒന്നുകൂടെ പറഞ്ഞു, അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ഇത് വായിച്ചതോടെ ചാത്തുമേനന്റെ മനസ്സ് മാറി. അയാൾ ഉലകത്തോട് വിളിച്ചു പറഞ്ഞു, മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെട്ടെന്ന് നീട്ടാൻ നമ്മുടെ വിഷയം ഇതായതുകൊണ്ട് നീട്ടാൻ നേരമില്ല. ഞാൻ വഴി വിട്ടൊന്ന് പോയതാ, ഒരു ധൈര്യം വരാനൊക്കെ വേണ്ടി. സ്തോത്രം. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെടണമെന്ന് പറഞ്ഞ് അവിടെ ഒരു സാഹിബിന്റെ അടുത്ത് ചെന്നു. ഇതൊക്കെ ഏൽപ്പിച്ച ജോസഫ് ഫെൻ പിടിച്ചു മുക്കിയില്ല. ഫെൻ പറഞ്ഞ ആവേശം കയറി സ്നാനപ്പെടാൻ വന്നു കഴിഞ്ഞാൽ അത് പ്രയാസമാണ്. ഇതിന്റെ മൂല്യം അറിയോ, എന്തിനു സ്നാനപ്പെടുന്നു? അങ്ങനെ 1-2 വർഷം കഴിഞ്ഞപ്പോൾ ഫെൻ അദ്ദേഹത്തിന് സ്നാനം കൊടുത്തു. സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി ചാത്തുമേനൻ എന്നുള്ള പേര് വേണ്ട, പകരം ഒരു യേശുവിനെ ചാത്തുമേനന്റെ അനുഗാമികൾ രക്ഷിതാവായി സ്വീകരിച്ചു. അവരുടെ പരമ്പരയാണ് ഈ പേരിനൊപ്പം പിള്ള എന്ന് പേരുള്ള ക്രിസ്ത്യാനികൾ. ചാക്കോ പിള്ള, പൈലി പിള്ള, തോമൻ പിള്ള, കേട്ടിട്ടില്ലേ? നായരെ പൊക്കി എന്നതിന്റെ അർത്ഥം. സ്തോത്രം. അങ്ങനെ ചരിത്രമുള്ള മനുഷ്യരാ നമ്മളൊന്നും. ഹല്ലേലൂയ. ഇതൊരു അറിവിന് വേണ്ടി പറഞ്ഞ, ഞാൻ സമ്പൂർണ്ണ ബൈബിളിന്റെ പരിഭാഷയെ പറ്റി പറഞ്ഞൊരു പ്രസംഗം ഉണ്ട്, അതിൽ ഇതെല്ലാം പറയുന്നുണ്ട്. അതിലൊരു സന്തോഷം, ആ കുടുംബത്തിൽപ്പെട്ടവരൊക്കെ പിന്നെ കാണാൻ, അവരെന്നെ വന്നു കാണാനൊക്കെ അവസരം ഉണ്ടായി എന്നുള്ള, സംസാരിക്കാനും ഒക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ ബാബിലോണിലോട്ട് പോകണം, വേണ്ടേ? അത് നമ്മൾ വഴി കൊണ്ട് നിർത്തിയിരിക്കുക. ഒരിക്കലൊരു ദിവസം പറഞ്ഞു, അബ്രഹാം തന്റെ ബാല്യക്കാരെ വഴിയിൽ നിർത്തി. അബ്രഹാമും ഇസ്ഹാക്കും മാത്രം, ബാലനും മാത്രം ആരാധനയ്ക്ക് പോയി. അപ്പൊ ആരാധനയ്ക്ക് വരുമ്പോ ബാല്യക്കാരെ വഴി നിർത്തണം. എന്നിട്ട് ഒന്നുകൂടെ ചോദിച്ചു, ഒരു സഹോദരിയോട് ചോദിച്ചു, ഇന്ന് രാത്രികാലം നീ നിന്റെ ബാല്യക്കാരെ വഴി നിർത്തിയിട്ടാണോ വന്നെന്ന് ചോദിച്ചു. പുള്ളിക്കാരി ചെറിയ ചൂടായി. ആവശ്യമില്ലാത്ത വർത്താനം പറയരുത്. എന്റെ ബാല്യക്കാരോ, ഞാനിവിടെ അന്തസ്സായിട്ട് ജീവിക്കുന്ന ആളാണെന്നോ. വികാസം ഉദ്ദേശിച്ച ബാല്യക്കാര് പകാ പിണക്കം എന്നൊക്കെ ഉള്ള ആത്മീയ അർത്ഥമാണ്. കിട്ടിയോ? ചോദിച്ചപ്പോ ആരും തെറ്റിദ്ധരിച്ചു. വേറൊരാൾ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ തിരിച്ചു പോകുമ്പോൾ വേലക്കാരെയും കൊണ്ടാണല്ലോ പോയത്, അപ്പൊ തിരിച്ചു പോകുമ്പോൾ നമുക്കിത് എടുത്തുകൊണ്ട് പോകാവുന്നല്ലേ? ഇവിടെ അപ്പൊ നമുക്ക് ബാബിലോൺ, മെസപ്പൊട്ടേമിയ, അതുവഴി 2 നദി, യൂഫ്രട്ടീസും ടൈഗ്രീസും ഇടയ്ക്കുള്ള സ്ഥലം മെസപ്പൊട്ടേമിയ. പ്രിയരേ,
നമ്മൾ ഈ സിവിലൈസേഷൻ എന്ന് പറയുന്നതിന്റെ എല്ലാം തുടക്കം എവിടെയാന്ന്? ആ മനുഷ്യൻ ചക്രം ഉപയോഗിച്ചുള്ള ഗതാഗതം ഇവിടുന്ന കണ്ടുപിടിച്ചേ. മൃഗം കെട്ടി വലിക്കുന്ന വണ്ടി ഇവിടുന്ന ഉണ്ടായേ. മനുഷ്യൻ കലണ്ടറുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഇവിടുന്നാണ്. ആണ്ടും തീയതിയും ഡേറ്റും ഒക്കെ. മനുഷ്യൻ പശമണ്ണും കുമ്മായവും കൂട്ടിക്കലർത്തി ഇടിച്ച കൂട്ടിൽ ഇത്തരം ബ്രിക്സുകൾ, കട്ടകൾ നിർമ്മിക്കാൻ പഠിച്ച് ആ കട്ടകൾ കെട്ടിപ്പോക്കി പടുകൂറ്റൻ മാൻഷൻസ്, രമ്യകർമ്മങ്ങൾ കെട്ടിപ്പടുത്തത് ഇവിടെ നിന്നാണ്. ചെത്തിക്കീറിയെടുത്ത കല്ലുകൾ പാകിയ വഴികളും കോട്ടകൊത്തളങ്ങളും ഒക്കെ മനുഷ്യൻ പടുത്തുയർത്താൻ ശ്രമിച്ച വിശ്വസംസ്കാരത്തിന്റെ കളിത്തൊട്ടിൽ എന്ന് പറയുന്ന സ്ഥലം ഇവിടെയാണ്. സർവോപരി എഴുത്ത്, ലിപി, അക്ഷരം മനുഷ്യൻ സൃഷ്ടിച്ചത് ബാബിലോണിലെ ഒരു ഉപസംസ്കാരമായ സുമേറിയന്മാരുടെ ഇടയിൽ നിന്നാണ്. സുമേറിയൻസ് ആണ് ഈ റൈറ്റിംഗ്സ് ലോകത്തിന് കൊടുക്കുന്നത്. ഇനി ശരിക്കും പറഞ്ഞാൽ ഇവിടുന്നാണ് ഈ പുരോഗതിയെല്ലാം വന്നെന്ന് മനുഷ്യന് വ്യക്തത. ഈ രണ്ട് നദിയെപ്പറ്റി ബൈബിളുണ്ടെന്ന് പറഞ്ഞല്ലേ? ബൈബിളിലുണ്ടെന്ന യൂഫ്രട്ടീസും ടൈഗ്രീസിനും കിടക്കുന്നത് എങ്ങനെയാ? മലയാളം ബൈബിളിൽ ഹിദ്ദേക്കലും ഫ്രാത്തും. ഇതാണ് ഹീബ്രു ബൈബിളിൽ ഇങ്ങനെയാണ്, ഹിദ്ദേക്കലും ഫ്രാത്തും. അപ്പോഴേ പേരോട് ഓർമ്മ വരുന്നുണ്ട് അല്ലേ? പീശോൻ, ഗീഹോൻ, ഹിദ്ദേക്കൽ, ഫ്രാത്ത്. ഇത് വഴി ഒഴികെ പീശോൻ, ഗീഹോൻ, ഹിദ്ദേക്കൽ, ഫ്രാത്ത്. ഇത് വഴി ഒഴുകി ഏതൻ. പീശോൻ, ഗീഹോൻ, ഹിദ്ദേക്കൽ, ഫ്രാത്ത്. അത് തട്ടിക്കളഞ്ഞിട്ട് പിന്നെ അത് പോരാട്ടം എന്ന് പറയുന്ന ആൾക്കാരാണ്. ഓരോ പരിപാടികളാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ പീശോൻ, ഗീഹോൻ, ഹിദ്ദേക്കൽ, ഫ്രാത്ത് ഇത് എവിടെയായിരുന്നു? അപ്പൊ പുരാതന ഏതൻ നിലനിന്നിരുന്ന സ്ഥലം, ആദം ഹവ്വമാർ ജീവിച്ചിരുന്ന സ്ഥലം, സംസാരിക്കുന്ന ഒരു പാമ്പ് വന്ന സ്ഥലം, ഇവിടെ ഏതൻ നിലനിന്ന ആ സ്ഥലം പിൽക്കാലത്ത് ബാബിലോണായി മാറുന്നു. ദൈവത്തിന്റെ മനുഷ്യരാശിയോടുള്ള ഇടപെടലിന്റെ ഫലമായി അവിടെ സൃഷ്ടിച്ച ആദം ഹവ്വമാർ ജീവിച്ചിരുന്ന മണ്ണ് പിന്നെ എങ്ങനായി? ഈ രൂപത്തിൽ മാറുന്നു. ഇതിനെ പിന്നെ ബൈബിള് ഈ നാടിനെ പറ്റി പറയുന്നല്ല, ഒരു മോശം ഭാഷയിൽ വന്നേ. വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ്, അല്ലെ? ദുർഭൂതങ്ങളുടെ പാർപ്പിടം, ഇങ്ങനൊക്കെ. ഇങ്ങനെ നമുക്ക് സഹിക്കാൻ വയ്യാത്തൊരു ഭാഷയില്ല. ഇത്രയും വിരോധം വരാൻ കാരണം നമുക്ക് അതിലെവിടെ നിന്ന് പോവാം? തയ്യാറില്ലേ? അപ്പോൾ എന്റെ കാരണം തേടി പോകുമ്പോൾ ഒരല്പം കൂടെ ചരിത്രം പറയണം. വിഷയോ നമുക്കിപ്പോ നിർത്തിയേക്കാം, നീട്ടിക്കൊണ്ട് പോകത്തില്ല. അപ്പോഴേ ഇവിടെ ഭരിച്ചൊരു രാജാവാണ്, തുടക്കക്കാരനാണ്. ഈ നിമ്രോദിനെ പറ്റി ബാബിലോണിയൻ പുരാണം, എപ്പിക് ഓഫ് ബാബിലോണിയയിൽ പറയുന്ന ചില കാര്യങ്ങൾ പറയാം. നമ്മളിൽ ബൈബിളിൽ ഇല്ലാത്ത അവരുടെ, നമ്മുടെ ഈ രാമായണം മഹാഭാരതം എന്നൊക്കെ പറയുന്നത് അവരുടെ എപ്പിക് ഉണ്ട്, അതിൽ പറയുന്ന കാര്യം പറയാം. ഈ നിമ്രോദ് ദൈവ പദ്ധതിക്കെതിരെ മനുഷ്യൻ സന്താനപുഷ്ടിയുള്ളവനായി വർദ്ധിച്ച് ഭൂമി മുഴുവൻ പെരുകുക. ഓക്കെ, ഭൂമി മുഴുവൻ മനുഷ്യർ, ഇതിന്റെ പദ്ധതിയാണ്. ഭൂമി മുഴുവൻ ചിതറണം മനുഷ്യൻ. പക്ഷേ നിമ്രോദ് പറഞ്ഞു, നമ്മൾ ചിതറരുത്, നമുക്കെല്ലാം ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടണം. ആ സ്ഥലത്ത് നമുക്കൊരു ഗോപുരം പണിയണം, ആകാശത്തോളം എത്തുന്നൊരു കോട്ട പണിയണം. അത് പണി കഴിപ്പിച്ചവർ നമ്മളാണെന്നറിയാൻ നമുക്കൊരു പേരുമുണ്ടാക്കണം. അത് ഉൽപ്പത്തി 11 കാണാം. ചിനാർ ദേശത്ത് അവരൊരു സമഭൂമി കണ്ടു, ഒരു കോട്ട പണിതു, ദൈവം അവരുടെ ഭാഷ ചിതറിച്ചു, അവർ പല വഴിക്ക് പോയി. ഇതൊക്കെ ഉണ്ടല്ലേ, ബൈബിള് സമ്മതിക്കുന്നു ഈ കാര്യം. ഇനി ഇതൊക്കെ കഴിഞ്ഞു. നിമ്രോദിനെ പറ്റിയുള്ള അടുത്ത ചരിത്രം, അവൻ ജനങ്ങളെ പഠിപ്പിച്ചു.
പ്രപഞ്ചത്തിന്റെ നാഥൻ അല്ലെങ്കിൽ ദേവൻ, ദൈവം എന്ന് പറയുന്നത് സൂര്യനാണ്. സൂര്യനാണ് വെളിച്ചം തരുന്നത്, ചൂട് തരുന്നത്, ഊർജം തരുന്നത്. അതുകൊണ്ട് നിങ്ങൾ സൂര്യനെ വർഷിപ്പ് ചെയ്യണം. സൂര്യന്റെ പത്നി, വൈഫാണ് ഭൂമി. ചന്ദ്രൻ മറ്റൊരു പത്നിയാണ്. അങ്ങനെ സൂര്യനെ, ചന്ദ്രനെ, ഭൂമിയെ ക്രമേണ ഈ പ്രകൃതിയെ മുഴുവൻ ആരാധിക്കുന്ന നിലയിലേക്ക് സൃഷ്ടാവിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിയിലേക്ക് മാറ്റി. ഓക്കെ. അങ്ങനെ സത്യദൈവത്തിന്റെ വഴി സഞ്ചരിച്ച മനുഷ്യരെ ഹണ്ടിങ്ങിലൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അതുകൊണ്ടവന് യഹോവയുടെ മുമ്പാകെ നിമ്രോദിനെ പോലെ നായാട്ട് വീരൻ എന്നൊരു പഴഞ്ചൊല്ലുണ്ടായി. ആദ്യത്തിന് ഉത്തരം കിട്ടിയോ? സ്തോത്രം. ഒരു കാര്യം പറയാം, അടുത്ത ദിവസങ്ങളിൽ വരുന്നവർക്ക് എന്തെങ്കിലും മനസ്സിലാകണമെങ്കിൽ ഇന്നത്തെ ക്ലാസ് ശ്രദ്ധിക്കണം. ഇത് അടിസ്ഥാനമാണ്. വേഗത്തിൽ നമ്മൾ പോകും. അടുത്തത് ഈ നിമ്രോദ് ഇത്രയും പറയാൻ സ്ഥിതിക്ക് അവന്റെ കുടുംബകാരിയോടെ പറയണം. അവന്റെ ഭാര്യയുടെ പേര് സെമിറാമിസ് എന്നായിരുന്നു. സെമിറാമിസ്. ഓക്കെ. ഈ നിമ്രോദിനെ ജനങ്ങൾ രാജാവ് മാത്രമായല്ല, ഈ സൂര്യദേവന്റെ പ്രതിനിധിയായി, റെപ്രസെന്റീവായി, ഗോഡിന്റെ റെപ്രസെന്റീവായി, പ്രീസ്റ്റായിട്ടും കണ്ടു. ഒരേ സമയം പ്രീസ്റ്റാണ്, ഹീസ് റെപ്രസെന്റിങ് സൺ. ആ സൺ ഗോഡിന്റെ പേര് ബാൽ എന്നായിരുന്നു. ഈ ബാൽ എന്ന പദത്തിന് ഹസ്ബൻഡ് എന്നാണ് അർത്ഥം, ഭർത്താവ്. അല്ലെ നമ്മുടെ ഓശാലി പറയില്ലേ, അന്നാളിൽ നിങ്ങൾ എന്നെ ഈശി എന്നല്ല ബാലി. ബാൽ ഹസ്ബൻഡ്, ബാലി മൈ ഹസ്ബൻഡ്. ഓക്കെ. റബ്ബ് എന്ന് പറയുന്നത് മാസ്റ്റർ. റബി മൈ മാസ്റ്റർ. ഈ ശബ്ദത്തിൽ തീർന്നാൽ മൈ എന്നൂടെ ചേർക്കും. ഓക്കെ. അപ്പോൾ ബാൽ, ബാലി. അപ്പൊ ബാൽ ദേവൻ. ഇയാളുടെ ഭാര്യയുടെ പേര് സെമിറാമിസ്. ഇങ്ങനൊക്കെ ഇരിക്കെ ഈ നിമ്രോദ് കൊല്ലപ്പെട്ടു ഒരാക്രമണത്തിൽ. ആ കഥ പറയുമ്പോൾ ഒത്തിരി ഉണ്ട്. ഒന്ന് എങ്ങനെയാണെന്ന്, എന്തൊക്കെ സംഭവിച്ചെന്ന്. അയാളുടെ ഭാര്യ ഈ സ്ഥാനത്തേക്ക് വന്നു. ഒരേ സമയം അവൾ ദേവതയും ദൈവവും രാജ്ഞിയുമൊക്കെ ആയിരിക്കെ അവളുടെ തെറ്റായ ജീവിതചര്യ കൊണ്ട് അവൾ ഒരു കുഞ്ഞിനെ, ഒരാൺകുട്ടിയെ ഗർഭം ധരിച്ചു പ്രസവിച്ചു. നാട്ടിൽ പ്രശ്നമായി. രാജ്ഞി, ഞങ്ങൾ ദൈവതുല്യം ബഹുമാനിക്കുന്ന നീ വഴിവിട്ട ജീവിതം നയിച്ചിരിക്കുന്നു. പ്രതിഷേധം ശക്തമായപ്പോൾ അവൾ പറഞ്ഞു, പ്രജകളെ തെറ്റിദ്ധരിക്കണ്ട, എൻ്റെ ഉദരത്തിൽ ഉരുവായത് ഒരു തെറ്റിന്റെ കുട്ടിയൊന്നുമല്ല. സാക്ഷാൽ ബാൽദേവൻ തിരുപ്പിറവി കൊണ്ടാടിയതാണിത്. ഇത് ബാൽ തന്നെയാണ്. ഓക്കെ. അപ്പൊ ഈ വരുന്നവര് ചോദിച്ചു, അതെങ്ങനെ ബാൽ? അപ്പോഴും സൂര്യൻ അവിടെ നിൽപ്പുണ്ടല്ലോ. പറഞ്ഞ അതെ, ഒരു വലിയ രഹസ്യമാണ്. ആ രഹസ്യം പ്രാർത്ഥനയിലൂടെ മാത്രമേ കണ്ടെത്താനാവൂ. ധ്യാനത്തിലൂടെ, പ്രാർത്ഥന, ബ്രഹ്മചര്യ ജീവിതത്തിലൂടെ, ജഡവാസമില്ലാത്ത മനുഷ്യരായിട്ട് അത് സാധിക്കൂ. അങ്ങനെ ധാരാളം ഉപപുരോഹിതന്മാരെ അവർ നിയമിച്ചു. അവർ ഈ രഹസ്യം ഇങ്ങനെ അന്വേഷിച്ച് പാട്ടും പ്രാർത്ഥനയുമൊക്കെ നടത്തി. ഈ കുഞ്ഞ് പിറന്നു. ഈ കുഞ്ഞ് പിറന്നപ്പോ അവന് നിനസ് എന്ന് പേരിട്ടെന്ന ചരിത്രം. നിനസ്. ഈ നിനസിന് സൂര്യന്റെ അല്ലെങ്കിൽ ബാലിന്റെ അനുഗ്രഹത്താൽ ബാൽദേവൻ തന്നെ വന്നതാണിതെന്ന് കാണിക്കാൻ അവന്റെ ചിത്രത്തിന് ചുറ്റും ഒരു ബാൽദേവന്റെ എന്താ പറയുക, ഒരു ഇതുണ്ടല്ലോ, ഒരു ഇതെല്ലാം അവിടെ വച്ചു. ഇപ്പുറത്ത് ഈ സ്ത്രീ ഇരിക്കുന്നുണ്ട്, അപ്പുറത്ത് നമ്മുടെ പഴയ നിമ്രോദ് ഇരിപ്പുണ്ട്. ഒരു സന്തോഷത്തിന് അയാളെയും വെച്ചു. പുള്ളിക്കാരി ഓൾറെഡി ഉണ്ട്. ഈ കുഞ്ഞിങ്ങനെ മടി കിടക്കുന്നു. ഇവർക്ക് ചുറ്റും ഈ സൂര്യവലയം, ആ പ്രഭാവമാണ്. മനസ്സിലായോ? ഇതിപ്പോ തിരക്കി നിങ്ങൾ
ബാബിലോൺ വരെയൊന്നും പോകണ്ട. അവിടുത്തെ ഈ ആർക്കിയോളജിസ്റ്റുകൾ ഖനനം ചെയ്തെടുത്ത പലയിടത്തുനിന്ന് ഇത്തരം പ്രതിമകൾ കിട്ടി. സ്വർണത്തിൽ തീർത്ത, കല്ലുകളിൽ തീർത്ത, ചുണ്ണാമ്പുകളിൽ തീർത്ത ഒത്തിരി ഐഡൽസ് കിട്ടി, ഐക്കണുകൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും കിട്ടുന്നുണ്ട്. ആരൊക്കെ ഉണ്ട്? അപ്പൻ, അപ്പൻ എന്ന് പറയാം, അപ്പൻ, അമ്മ, കുഞ്ഞ്. ഇത് തോന്നോ? ഇതിലൊക്കെ ഇപ്പൊ അവിടേക്കൊന്നും പോണ്ട. ഈ വഴിയിലൊക്കെ കാണാം. നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ കാണാം. വാസ്തവത്തെ മനസ്സിലാക്കണം. നമ്മുടെ എല്ലാ ബഹുമാനത്തോടെ ആദരവോടും പറയട്ടെ, ക്രൈസ്തവ സമൂഹത്തെ പോലും ഇത് സ്വാധീനിച്ചു. ഇന്ന് ക്രൈസ്തവ സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ ആരാധിച്ചു വരുന്ന തിരുക്കുടുംബം എന്ന ആശയം രൂപപ്പെടുന്നത് സെമിറാമിസ്, നിമ്രോദ്, നിനസ് ഈ സങ്കല്പത്തിൽ നിന്നാണ്. ഓക്കെ, പലരും തെറ്റിദ്ധരിച്ചു. എന്നാൽ ഖുറാനിൽ പോലും ഇത് തെറ്റായ വിധത്തിൽ അവതരിപ്പിക്കപ്പെട്ടുണ്ട്. ഖുറാൻ ചാപ്റ്റർ 3 ആലു ഇമ്രാൻ എന്നാണ് പറയുന്നത്. ചാപ്റ്ററിന് ആലു ഇമ്രാൻ, ദ ഫാമിലി ഓഫ് ഇമ്രാൻ. ആലു ഇമ്രാനിൽ ഒത്തിരി പൊരുത്തക്കേടുണ്ട്. 19 അധ്യായത്തിലുണ്ട് ഇതുപോലെ. കാരണം ഖുർആന്റെ എഴുത്തുകാർ തെറ്റിദ്ധരിച്ചു. ഈ ഹോളി ഫാമിലി എന്ന രൂപത്തിൽ ക്രൈസ്തവർക്കിടയിൽ വ്യാപിക്കുന്ന ഈ വർഷിപ്പ് തൃത്വമാണെന്ന് തെറ്റിദ്ധരിച്ചു. കേട്ടോ? ഹോളി ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് തെറ്റിദ്ധരിച്ചു. അങ്ങനെ എഴുതിയിട്ടുണ്ട്. ട്രിനിറ്റി എന്ന് പറയരുത്, ഇതാ ട്രിനിറ്റി എന്നാണ് ഖുറാനിൽ എഴുതി വെച്ചിരിക്കുന്നത്. അത് ഞാൻ സന്ദർഭശാൽ എന്ന് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ തെറ്റിദ്ധരിക്കുന്ന ഒരാരാധന സമ്പ്രദായം ക്രിസ്ത്യാനിറ്റിക്കിടയിലേക്ക് വന്നത് എവിടുന്ന? ഫ്രം ബാബിലോൺ. പിന്നെ ഇതിങ്ങനെ വളർന്നു. കാലക്രമേണ ഈ മഹാനഗരം മ്ലേച്ഛതകളുടെ കൂത്തരങ്ങായി മാറുമ്പോ നമ്മൾ ഒത്തിരി വിശദീകരണം ഈ സ്ഥലത്തെ പറ്റി പറഞ്ഞെങ്കിലും നമുക്കത് മുഷിയാൻ കാരണമായതുകൊണ്ട് ഞാനത് അവിടെ നിർത്തുന്നു. പെട്ടെന്ന് ഇവിടുന്ന് അങ്ങ് പോയേക്കാം. എന്താ പറയുന്നു? പക്ഷെ അങ്ങനെ പോകാനൊക്കത്തില്ല. നമ്മുടെ ഒരു വല്യപ്പനോടുണ്ട്. ആരാ? അബ്രഹാം. അബ്രഹാം ജീവിച്ചിരുന്ന ഊർപട്ടണം അവിടെയായിരുന്നു. 25 ഹെക്ടർ സമചതുരം വരുന്നൊരു പട്ടണം. ഇതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടുപിടിച്ചു ആർക്കിയോളജിസ്റ്റുകൾ. മനോഹരമായി പണി കഴിപ്പിച്ച ഈ പട്ടണത്തിൽ ഡ്രെയിനേജ് സംവിധാനങ്ങൾ, മലിനജലം ഒഴുകിപ്പോയി മൈലുകൾ ദൂരെ പോയി കിടക്കത്തക്ക വിധത്തിലുള്ള സംവിധാനങ്ങൾ അന്ന് ഉണ്ടായിരുന്നു. അബ്രഹാം ജീവിച്ചിരുന്ന് കണക്കാക്കുന്ന ഇടം വലിയ സമ്പന്നമായിരുന്നു. പ്ലാന്റ് സിറ്റി ആയിരുന്നു. ആ സിറ്റിയിൽ മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന നാണയങ്ങൾ, അതിന്റെ അവശിഷ്ടങ്ങൾ കിട്ടി. അളവ് തൂക്ക പാത്രങ്ങൾ കിട്ടി. ഗ്രാനറികൾ, ധാന്യപ്പുരകളൊക്കെ കണ്ടു. എല്ലാത്തിലുപരി ഒരു പടുകൂറ്റൻ ലൈബ്രറിയുടെ അവശിഷ്ടങ്ങൾ. പുസ്തകം ഇങ്ങനെ അടുക്കി വെച്ചേക്കല്ല, പുസ്തകമുണ്ട്, പേപ്പറിലല്ല. ഇന്നത്തെ മനുഷ്യൻ എഴുതാൻ ഉപയോഗിക്കുന്നത് ഫലകങ്ങളിൽ, ക്ലേ ടാബ്ലറ്റ്സുകളിൽ കളിമണ്ണ് പാകപ്പെടുത്തിയെടുത്ത് അതിനെ ഒരു ഫലകമാക്കി മാറ്റി അതിലെഴുതുന്ന വിദ്യ. അതിന് പറയുന്ന പേരാണ് ക്ലേ ടാബ്ലറ്റ്സ്. ഓക്കെ, അതിലേക്ക് എഴുതിയ ശേഷം ഞാൻ ഇങ്ങോട്ട് കാണിക്കുന്ന അക്ഷരമൊക്കെ ഇങ്ങോട്ടാണ് എഴുതുന്നത്. ഈ എഴുത്ത് നാരായം കൊണ്ട് എഴുതിയ ശേഷം ചൂളയിൽ ചുട്ടെടുത്ത് സൂക്ഷിച്ചു വെക്കും. ഓക്കെ, ഇതിന്റെ പേരാണ് ക്ലേ ടാബ്ലറ്റ്സ്. എന്നിട്ട് നമ്മൾ ചിലപ്പോൾ വയലിന്റെ ചരിത്രം പഠിക്കുമ്പോൾ പറയും ഈ സ്ഥലത്തിന്റെ പേരൂടെ കൂട്ടി ഇത് പറയും. അത് എവിടുന്നാ കിട്ടിയെന്നറിയാം. നുസി ടാബ്ലറ്റ്സ്. നുസിയിൽ നിന്ന് കിട്ടിയ ടാബ്ലറ്റിൽ ഇങ്ങനെ കാണുന്നു, അതിന്റെ ഇത്ര ഫ്രാഗ്മെന്റ്സ് നമുക്ക് കിട്ടി എന്നൊക്കെയാണ് ബൈബിൾ ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചരിത്രം പറയുമ്പോൾ പ്രസംഗിക്കുന്നത്. ആ ടാബ്ലറ്റിന്റെ പരിഷ്കൃത രൂപ നമ്മുടെ ഇരിക്കുന്ന ടാബ് ഉണ്ടോ? അതിന് ടാബ്ലറ്റ്സ് എന്നാ പറയണ്ടേ? മനസ്സിലായില്ലേ? ഇത് വണ്ടേ ഉണ്ടായിരുന്ന സംഭവം വേറെ ആയിരുന്നു. ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതിലെന്തെല്ലാം കണ്ടേന്നറിയണ്ടേ? ബാൽദേവനെ സ്തുതിക്കുന്ന കാര്യങ്ങള്, ഒരു ചന്ദ്രദേവതയ്ക്ക് അർപ്പണം ചെയ്യുന്ന സ്തോത്രസ്തുതികളുടെ പുസ്തകങ്ങൾ, നാനാറെന്ന അതിന്റെ പേര്, നാനാറെന്നറിയപ്പെടുന്ന ചന്ദ്രദേവതയ്ക്ക് സമർപ്പണം ചെയ്ത പട്ടണമാണിത്. വലിയ ഇതുമായി ബന്ധപ്പെട്ട ഒത്തിരി പുസ്തകങ്ങൾ, വായനശാല, മറ്റ് സൗകര്യങ്ങൾ എല്ലാമുള്ള സ്ഥലത്തെ ഒരു ധനാഢ്യന്റെ പേരായിരുന്നു, ഒരു സമ്പന്നന്റെ പേരായിരുന്നു അബ്രഹാം.
അഭ്യാസികളുടെ എണ്ണം കൂടെ നടക്കുന്ന സെക്യൂരിറ്റിയുടെ എണ്ണം എത്ര? 300. പിന്നാണ് നമ്മൾ ഈ മുഖ്യമന്ത്രി അത് ഇതൊക്കെ പറയുന്നത്. പോട്ടെ, എനിക്ക് നാട്ടിലോട്ട് പോകാനുള്ള. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഓർത്തു, ഞാൻ ഫ്ലൈറ്റ് കയറുമ്പോൾ ഇന്ത്യനായിട്ടാണ് വന്നേ, തിരിച്ച് ഭരതനായിട്ടാണ് ചെല്ലാൻ പോകുന്നത്. അറിഞ്ഞായിരുന്നോ? ഭരതൻ ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ കയറി പോന്നെ നാഷണാലിറ്റി. ഇനി ഇറങ്ങുമ്പോൾ എങ്ങനെയാണ്? അടുത്ത ആഴ്ചയോടെ ഞാൻ ഭരതനാകുകയാണ്. ഇനി എന്നെ ഇന്ത്യക്കാരനായിട്ട് ഈ ഒരു 5-8 ദിവസമേ കാണാൻ പറ്റുള്ളൂ. നിങ്ങൾ പണ്ടേ മാറി. ഞാൻ ഇറങ്ങും, ഞാൻ ഭരതനാകും. വലിയ ദിവസം ദൈവശബ്ദം ശരിയല്ലേ? ദൈവശബ്ദം കേട്ടപ്പോൾ ഒരു യാത്ര, ആ യാത്രക്ക് ദൈവം വിളിച്ചു, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. പിന്നെ ഒന്നും ആലോചിച്ചില്ല, ഓരോട്ടെ പോകാം. എത്ര വലിയൊരു മനുഷ്യനാ! അതാ ദൈവശബ്ദത്തിന്റെ സുഖം. ആ ശബ്ദം ശരിക്ക് കേട്ടവന് ഊർപ്പട്ടണത്തിന്റെ സമ്പദ് സമൃദ്ധിയോ അതിന്റെ അഭിവൃദ്ധിയോ അദ്ദേഹത്തെ പിടിച്ചു നിർത്തിയില്ല. ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു നഗരം കൺപാർത്തുകൊണ്ട് ഒരു യാത്ര. ഈ അപ്പന്റെ കൊച്ചുമക്കളാണ് നമ്മള്. ധൈര്യം വേണം ക്രിസ്ത്യ ജീവിതത്തിൽ. ആര് വഴി തടഞ്ഞാലും ധൈര്യം വേണം. ഹല്ലേലൂയ. ഈ യാത്രയില് ഒരു സംഭവം ഉണ്ടായി. ഈ യാത്രയിൽ അബ്രഹാമിന്റെ കൂടെ ഇത്രയും ആടും മാടും മൃഗവും മനുഷ്യനും ഒക്കെ ആയിട്ടുള്ള പോക്കാ. ഇവരിങ്ങനെ പോകുന്ന വഴിക്ക് ഈ വഴി എല്ലാം തെളിച്ച് പോകണം. അപ്പോഴ് ചില രാജാക്കന്മാർ ഓർക്കും ഇവിടം പിടിക്കാൻ വേണ്ടിയുള്ള വര, ഒരു സൈന്യം പോലെ വരുന്നേ, സമ്മതിക്കില്ല. അബ്രഹാം പറയും, അത് ഞാനിവിടെ നിൽക്കാനൊന്നും വന്നല്ല, ഇതിലൊന്ന് കടന്നു പോട്ടെ. ആരും സമ്മതിച്ചില്ല. 1-2 പേരല്ല, 10 രാജാക്കന്മാർ അബ്രഹാമിന്റെ വഴി തടഞ്ഞ 10 പേര്. 10 രാജാക്കന്മാർ വഴി തടഞ്ഞപ്പോൾ രാജാവല്ലാത്ത അബ്രഹാം പടപൊരുതി 10 പേരെയും തോൽപ്പിച്ച് ജയോത്സവത്തോടെ വാഗ്ദത്ത ദേശത്തെത്തി. എന്താ മനസ്സിലായി? വാഗ്ദത്തം കൂടുണ്ടെങ്കിൽ 10 അല്ല 10,000 പേര് വഴി തടഞ്ഞാലും നമ്മളങ്ങ് ചെല്ലും. വിശ്വാസമുണ്ടോ? ഏവൻ വഴി തടഞ്ഞാലും ഭക്തൻ ചെല്ലേണ്ടടുത്ത് ചെല്ലുന്നു. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമാണ്. ഞാൻ അവിടെ ചെല്ലും. ഇങ്ങനെ ആ തലമുറയുടെ കർത്താവ് പോകുമ്പോൾ മക്കളില്ലാതെ കാലത്ത് നിന്നിൽ നിന്ന് രാജാക്കന്മാരും നീ കൊണ്ടുപോയി. ഒരു കാര്യം പറഞ്ഞു, നീ ഒരു മാത്രമല്ല, നീ you will be a media to the rest of the world. കംപ്ലീറ്റ് ലോകത്തെ അതിനെ മുഴുവൻ അനുകരിക്കാൻ നീ ഒരു മീഡിയ. ഇബ്രാഹിമിന്റെ മക്കളിലൂടെയാ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടതല്ല. ഇബ്രാഹിമിന്റെ മക്കളുടെ പേര് കേട്ടാൽ നടുങ്ങും. ആൽബർട്ട് ഐൻസ്റ്റീൻ, ഐസക് ന്യൂട്ടൺ, മൈക്കിൾ ഫാരഡേ, ഗ്രിഗർ മെൻഡൽ, ഇതിൻ്റെ എല്ലാം ജനസി അവിടുന്ന് വന്നാണ്. ഈ കാണുന്ന വെളിച്ചം, ഈ കാണുന്ന സൗണ്ട്, ഇത് കൈകാര്യം ചെയ്യുന്ന സാധനം, ഇങ്ങനെ ആ ലോകം ഡെവലപ്ഡ് ആയെന്ന്. അല്ല, ഇവിടെയാണ് ഡെവലപ്മെന്റ്, ഇവിടെയാണ് വികാസം എന്നോർത്ത് മണ്ണിൽ മരത്തടികൊണ്ട് നമുക്ക് ഒരു ചരിത്രം തന്നത്, വിലാസം തന്നത് ദൈവമാണ്. ഇന്നും അബ്രഹാമിന് മക്കൾ ജനിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കും തകർക്കാനാവാത്ത സമരവീര്യമുള്ള കരുത്തരായ ശക്തരായ നയതന്ത്രജ്ഞരായ മക്കളും രാഷ്ട്രതന്ത്രജ്ഞന്മാരും സയന്റിസ്റ്റുകളും ഒക്കെ പിറക്കുന്ന ഒരു ജനസാധാരണ വിശ്വാസത്താൽ നമ്മൾ ഇതാണ് നമ്മുടെ റിലേറ്റീവാണ്.
മനുഷ്യൻ ബന്ധം വന്ന എങ്ങനെ? ചുമ്മാ നമ്മൾ വിശ്വസിക്കുകയാണോ? നമ്മളങ്ങനെ വിശ്വസിക്കുന്ന അബ്രഹാം അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? ഞാൻ പറയാം, ഞങ്ങളെല്ലാം അബ്രഹാമിന്റെ മക്കളാ. എങ്ങനെ? വിശ്വാസത്താൽ. ഇങ്ങനെയൊന്നും അറിഞ്ഞില്ലോ എന്ന് പറഞ്ഞാൽ തീർന്നു. ഒരു വിഷയമാ അല്ലേ? ഇങ്ങനെയാ ചിലർ നമ്മുടെ ഈ ബൈബിളുമായിട്ട് കണക്ഷൻ ഉണ്ടാക്കി വരുന്നേന്ന്. അബ്രഹാമിന്റെ മക്കളാന്നൊക്കെ പറഞ്ഞു. എങ്ങനെ പഠിച്ചാലും ഉണ്ടാവില്ല. നമുക്കുണ്ടാവോ? നമുക്കുണ്ടാകാൻ വഴിയുണ്ടെന്ന്. നമുക്ക് തന്നെ വേറൊരു വഴിക്കാ. ഇനി അബ്രഹാം നിരസിച്ചാലും നമുക്കത് വലിയ വിഷയമൊന്നും അല്ലാത്തതിന്റെ കാരണം നമുക്കത് ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. നമുക്ക് വേറൊരു വഴിക്കാ ബന്ധം. പറയാം, എനിക്കൊരു ഭാര്യ ഭർത്താവും ഞാൻ നടന്നു പോവാ. ഈ പുള്ളിക്കാർ എന്ന് എന്റെ കല്യാണം കഴിഞ്ഞോ അന്ന് മുതൽ ഇത് എന്റെ റിലേറ്റീവ് ശ്രദ്ധിക്കണം. എനിക്ക് അബ്രഹാമിനെ അറിയത്തില്ല, ഇസാക്കിനെ അറിയത്തില്ല, ദാവീദിനെ അറിയത്തില്ല. എന്റെ പ്രാണൻ യേശു മുഖാന്തരമാണിത്. അതുകൊണ്ട് എപ്പോഴും ബൈബിൾ പഠിക്കുന്നവര് ഉൽപ്പത്തി വഴി കയറി ഇങ്ങനെ വന്ന് യേശുവിനെ അന്വേഷിക്കണ്ട. യേശുവിലൂടെ കയറിയിട്ട് അബ്രഹാമിനെ ഇങ്ങനെ നോക്കിയാൽ മതി. മനസ്സിലായോ? അതേ നല്ലത്. അബ്രഹാമിന്റെയോ ആദം വഴിക്ക് പോലും അല്ല നീ നമ്മുടെ ബന്ധം. നമ്മുടെ ബന്ധം യേശു ക്രിസ്തുവിലൂടെ ഇറങ്ങി ആൾക്കാരല്ലേ ഇപ്പൊ. അപ്പോഴും പ്രധാനികളാരാ? നമ്മളാണ്. എന്താ കാര്യം? വിവാഹം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം കാന്തനും കാന്തയല്ലേ? ആണോ? അങ്ങനെയാ. അങ്ങനെ നമ്മുടെ ബന്ധം. മനസ്സിലായില്ലേ? നീ അതവിടെ വിട്. അപ്പൊ നമ്മളെവിടെ എത്തി? അബ്രഹാമിന് മക്കളുണ്ടായി അല്ലേ? അബ്രഹാമിന് ഈ തലമുറയിൽ തരക്കേടില്ലാത്തൊരു മോനുണ്ടായി. വർഷങ്ങൾ കഴിഞ്ഞ് ഇസാക്കല്ല, ഇനി വന്ന നമ്മുടെ ദാവീദ്. ഇതൊരു വലിയ മനുഷ്യനല്ലേ? ഗ്രേറ്റ് ഫിഗറാ ബൈബിളിലെ അല്ലേ? നല്ലൊരു മനുഷ്യൻ, ഒരു വലിയ മനുഷ്യൻ. ഇദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷനാ ഈ മേജർ പാർട്സ് ഓഫ് സബൂർ ദിസ് എന്താ പറയുന്നത്, ഹാഗിയോഗ്രാഫ, ബൈബിളിലെ ഈ സങ്കീർത്തനങ്ങൾ, ഈ ഭാഗം അദ്ദേഹത്തിന്റെ വലിയ കോൺട്രിബ്യൂഷൻ. ഏറ്റവും അധികം പാട്ടുകൾ അല്ലേ? പിന്നെ കോരന്റെ പുത്രന്മാരൊക്കെ ഉണ്ട്. എന്നോട് ഒരാൾ ചോദിച്ചു, ഈ ശൗല് സങ്കീർത്തനം ഒന്നും എഴുതാൻ എന്നാ? ദാവീദ് ഒത്തിരി എഴുതിയിട്ടുണ്ട്, ശൗലിനും ശ്രമിച്ചാൽ എഴുതാറുന്നല്ലോ എന്നൊക്കെ ഉള്ള നിലയില് ഞാൻ പലപ്പോഴും എൻ്റെ കാര്യം തന്നെ ചിന്തിക്കാറുണ്ട്. ഞാൻ ഈ ക്രൈസ്തവ സമൂഹത്തിന് ചെയ്ത ഏറ്റവും വലിയ എൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ ഞാനൊരു പാട്ടും എഴുതിയിട്ടില്ല. കാരണം എന്താ? ചുമ്മാ പാട്ടാന്ന് പറഞ്ഞു ഏതാണ്ട് 2 അക്ഷരം വെച്ചിട്ട് നിന്നങ്ങ് തകർക്കുക. അർത്ഥവും അറിയത്തില്ല, ആശയവും അറിയത്തില്ല, നിന്നങ്ങ് തട്ടുക. സ്തോത്രം. നീ എന്നെ വലിയവനാക്കി എന്നൊരു പാട്ട്. നീ എന്നാ വലിയവനായെന്നായി പറയുന്നേ? നമ്മൾ എന്തോ വലിയവനായി എന്നാച്ചായി പറയുന്നത്. ആയോ? ഇല്ലെന്ന്. പാട്ട് മോശമാണെന്നില്ലെന്ന്. പാട്ടിനകത്തൊരു കുഴപ്പമുണ്ടെന്ന്, തിയോളജിക്കൽ മിസ്റ്റേക്ക് ഉണ്ട്, ശ്രദ്ധിക്കണ്ടേ? അർത്ഥം തിരിഞ്ഞു കയറി വന്നു കഴിഞ്ഞാലുള്ള കുഴപ്പം ആലോചിച്ച്. സംഗീതത്തിൽ ഒത്തിരി കാര്യം ശ്രദ്ധിക്കണം. ഞങ്ങൾക്ക് കൊണ്ടൊരു ടീച്ചറുണ്ടായിരുന്നു. എങ്ങനെയാ ഇവര് ടീച്ചറായി നിന്നും എനിക്കറിയത്തില്ല. അത് മലയാളം പഠിപ്പിക്കുക. മലയാളത്തിലെ ശ്ലോകങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവങ്ങളാണ്. ഈ ശ്ലോകം ഇവർ ഒരു വിധത്തിൽ ഇങ്ങനെ പാടി ഒപ്പിക്കും, അർത്ഥം അറിയത്തില്ല. എങ്ങനെയൊക്കെയോ പൈസ കൊടുത്ത് കയറി നമ്മുടെ നാടല്ലേ. അതിൽ ഈ ശ്ലോകങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ആരംഭിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥവും ആ മെഷർമെന്റ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം. അങ്ങനെ അതിന്റെ ചിട്ട. അതങ്ങോട്ട് പാടും ഒരു 2 ലൈൻ. പ്രീതി പ്രദേശമെന്നത് പറഞ്ഞ രാജേ ശ്രീതപ്രകാശേ നിഷതൌഷധീശേ നിധാന്തശാന്തേ തഥ ആവിരാശി ദ്വന്ദ്വാമയ വാക്മയ കൗമുദീയം.
പേർത്തു പേർത്തു ജനകീർത്തി മാന്യ നളപാർത്തി ഓത്തമ സൽകീർത്തികൾ കേട്ടേൻ ഓർത്തവൻ ഉടൽ കൂർത്ത മൂർത്തൻ ഗജാസ്ത്രമേറ്റു നെത്തുടൻ നെടുതായി വീർത്ത് ഞാൻ ആർത്തയായേൻ. നല്ല രസമുള്ള കവിതകളാണ്. ഒരു വിധമൊക്കെ ഇവര് ഇത് പറഞ്ഞിട്ട് പറയാ, കണ്ടോ അർത്ഥം പോകുന്നൊരു പോക്ക് കണ്ടോ, അർത്ഥം പോകുന്ന പോക്കേ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ചില പാട്ടുകൾ പോകുന്നൊരു പോക്ക് അല്ലേ. എന്തൊക്കെയായി പാടുന്നത്. പിന്നെ എന്നോട് ചോദിച്ചു, നീ ഇതിന്റെ കൂടെ പാടും, പിന്നെ പാടാതിരിക്കാൻ നോക്കുക, നമ്മൾ രക്ഷിക്കപ്പെട്ടു പോയില്ലേ ചാ. നമ്മൾ ഇതിനകത്ത് ഒന്ന് കൂടിപ്പോയില്ലേ ഈ പാടുന്ന പാട്ടിന്റെ കൂടെ സഹകരിക്കാതിരിക്കാൻ നോക്കൂ. എന്തെങ്കിലുമൊക്കെ പാടി വിടട്ടെന്ന് ഓർത്തു. അപ്പോഴും ഇങ്ങനെ ക്ഷമ പറഞ്ഞിട്ട് പാടിക്കോണം. തമ്പുരാനെ അങ്ങോട്ട് വരിക, ഇവൻ ഇതെല്ലാം എഴുതി വെച്ചു അവന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി. മറ്റേ ആ പുള്ളി പറയുന്നില്ലേ, എന്റെ യജമാനം പോയി അതിനെ നമസ്കരിക്കുമ്പോൾ ഞാനും ഒന്ന് കൂടിപ്പോവെന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ നമ്മൾ വന്നേ ദാവീദിന്റെ പാട്ട്. ശൗല് പാട്ട് എഴുതിയോന്ന് എന്നോടൊരുത്തൻ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു അത് അറിയത്തില്ലാഞ്ഞിട്ടോ എഴുതാൻ കഴിവില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. രാജാക്കന്മാർക്ക് ആ കഴിവുള്ളവരൊക്കെ തന്നെയാ വരുന്നത് അല്ലേ. ഇത് പറ്റിപ്പോയത് ഇത്രേ ഉള്ളൂ, അവന് നേരം കിട്ടിയില്ല. അവൻ ഈ ദാവീദ് ഇതിലേ പോയി ഇത് നോക്കി 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 നടക്കുക. അവൻ ഈ വടിയും വാളും കുന്തവും പന്തവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നോക്കി 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 നടക്കുന്നതിന്റെ ഇടയ്ക്ക് പാട്ട് എഴുതാൻ നേരം കിട്ടിയില്ല. നേരം കളയരുത് ഇങ്ങനെ, അതായി പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. അല്ലവനും അതിലേ പോട്ടെ, അവൻ അതിലേ പോയി, ഇവൻ ഇതിലേ പോയി. അപ്പോൾ ഇത് നേരം കളയാതെന്ന് ദാവീദ് പാട്ട് എഴുതുക ആ സമയത്തൊക്കെ. ഇതാ ദൈവം ദാവീദിനെ പോട്ടെന്ന് വെച്ചത്. ഈ മനസ്സ് നോക്കുന്നൊരു വലിയ ദൈവമാണ് നമ്മുടെ ദൈവം അല്ലേ. ആ ദൈവത്തിന്റെ കൃപയല്ല. നമ്മളൊരു ലോക മനുഷ്യന്റെ വീക്ഷണത്തിൽ വിലയിരുത്തിയാൽ ഈ മാന്യൻ ശൗലില്ലേ, മാന്യനായ ഒരു മനുഷ്യൻ ശൗല അല്ലേ. ദാവീദല്ല മാന്യനായിട്ട്. പക്ഷെ ദൈവത്തിന് ഇവനെ ഇഷ്ടം വരാൻ കാരണം എന്താ? ഹൃദയത്തിന്റെ പരമാർത്ഥത. സ്തോത്രം. അത് ദൈവം കണ്ടു. നല്ലൊരു രാജാവ് അല്ലേ. സ്തോത്രം. അപ്പൊ അതവിടെ നിൽക്കട്ടെ. ഞാനിനി നിങ്ങളെ കൊണ്ട് വളരെ അപകടം പിടിച്ചൊരു വാക്യം വായിപ്പിക്കാൻ പോകുന്നു. മത്തായിയുടെ സുവിശേഷം 1:17 വായിച്ചാട്ടെ. ആ ഏബ്രഹാം ടു ഡേവിഡ് എത്രയാണ്? അബ്രഹാം മുതൽ ദാവീദ് വരെ തലമുറകൾ 14. കുഴപ്പമില്ല അല്ലേ. അപ്പൊ അടുത്ത വാക്യം വായിച്ചു. ആ ഫ്രം ഡേവിഡ് ടു ദ ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റി. എത്ര? ഈ രണ്ടാമത് വായിച്ചു. ഇപ്പൊ വായിച്ചെന്തായിരുന്നു? ദാവീദ് മുതൽ ബാബിലോന്യ പ്രവാസം വരെ 14. ഇപ്പൊ വായിച്ചതിന്റെ അർത്ഥം എന്താ? രണ്ടാമത് ഈ വായിച്ചതിന്റെ അർത്ഥം എന്താ? ആദ്യം വായിച്ചൊക്കെ മനസ്സിലായി. അബ്രഹാം മുതൽ ദാവീദ് വരെ 14. ദാവീദ് മുതൽ എന്ന് പറഞ്ഞാൽ എന്താന്ന്? എന്ന് പറഞ്ഞാൽ എന്താ? അബ്രഹാം മുതൽ ബാബിലോന്യ പ്രവാസം വരെ 14. എന്താ മനസ്സിലായി? ഇങ്ങനെ അങ്ങോട്ട് പോകേണ്ട ആള് ഇവിടുന്ന് എങ്ങോട്ട് വന്നു? തിരിച്ച്. ഉണ്ടോ അപകടം മനസ്സിലായോ? ഇല്ല. ഇയാള് പോകുന്ന സ്ഥലം ഏതാ? ബാബിലോൺ. ബിംബങ്ങളെ തച്ചുടച്ച് ബാബിലോന്യ ദേവീദേവന്മാരെ വെല്ലുവിളിച്ച് പൂജാഗിരികളെ ഇടിച്ച് ജയോത്സവത്തോടെ വന്നവന്റെ 14 തലമുറയിൽ രാജ്യം ഭരിക്കുന്ന ഒരു രാജാവിനെ ദൈവം നൽകി. അവിടുന്ന് 14 തലമുറ കഴിഞ്ഞപ്പോ കൊച്ചുമക്കളെല്ലാം എവിടെ ചെന്നു? തിരിച്ച് ബാബിലോണിൽ. ഇതാ ഈ നാട്ടിൽ ഇന്ന് കാണുന്നതെന്ന്. നമ്മളോടെല്ലാം സുവിശേഷം പറഞ്ഞിട്ടേ കൊച്ചുമക്കൾ അവിടെ നിൽക്കുക. മനസ്സിലായോ? അവസ്ഥ പിടിയിട്ടോ? അടുത്ത തലമുറ ചെന്ന് ഇവിടെ വീണെന്ന് ശാതിക്കുഴിക്കുള്ളിൽ വീണു. പിതാക്കന്മാർ പടപൊരുതി വാങ്ങി അതിവിശുദ്ധ വിശ്വാസം വിട്ടിട്ട് തിരിച്ചങ്ങ് ചെന്നു. എപ്പോഴും ദൈവമക്കളൊരു കാര്യം ഓർക്കണം. നമ്മൾ ഇറങ്ങിത്തിരിച്ച നാൾ മുതൽ നമ്മുടെ പിന്നാലെ തിരിച്ചു കൊണ്ടുപോകാൻ അവനിങ്ങനെ വന്നു നിൽക്കും. ഞങ്ങളതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ പുറകെ എവിടുന്നാ നിങ്ങൾ വന്നത് അവിടെ കൊണ്ട് തിരിച്ചടിക്കാൻ സാത്താനായവൻ നമ്മുടെ പുറകേ വന്നിട്ട് പറയും, ഇത് കൊള്ളത്തില്ല, അതാരും നല്ലത്. ചില മനുഷ്യരെ കണ്ടിട്ടില്ല, അവര് പറയും ഇതിലും എത്രയോ ഭേദമായിരുന്നു പണ്ട് നിന്ന സ്ഥലം. അവൻ ഓർത്തോണം. വിട്ടുപോകുന്നതിനെ ഓർത്തിരുന്നെങ്കിൽ മടങ്ങിപ്പോകുവാൻ സംഗതി വരുമായിരുന്നു. നമ്മൾ ഇറങ്ങിത്തിരിച്ചത്
ഒരു സംഘടനയുടെ മഹത്വം കണ്ടല്ല നാം തിരിച്ചറിഞ്ഞത്. 10,000ങ്ങളിൽ അതിശ്രേഷ്ഠനായ ക്രിസ്തു നൽകിയ രക്ഷയുടെ മഹനീയത കണ്ട് ഇറങ്ങിത്തിരിച്ച ജയത്തിൻ ജീവിതമാണ് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരം. ഇതുവരെ അത് കിട്ടിയില്ല. അങ്ങനെ നമ്മുടെ യാക്കോബിനോടൊരിക്കൽ ഫറവോ ചോദിക്കുന്നുണ്ട്, വയസ്സെത്രയായി? എന്താ പറഞ്ഞേ? വയസ്സെത്രയെന്ന് ചോദിച്ചാൽ നമ്മൾ വയസ്സ് പറഞ്ഞ പോരെ? പുള്ളി പറയാ, എന്റെ പരദേശ പ്രയാണം 120 അല്ലേ? അപ്പൊ പുള്ളിക്കാരൻ പറയേണ്ട അർത്ഥം, ഇതുവരെ അങ്ങ് ചെന്നില്ല, എന്റെ സ്ഥലം ഇതെല്ലാം നന്ദി ചെല്ലണം. അതാ നമ്മുടെ യാത്ര. നമുക്കൊപ്പം ഇറങ്ങിത്തിരിച്ച പലരും തിരിച്ചുപോയി, പലരും പരാജയപ്പെട്ടു. പിടിച്ചു നിൽക്കുന്ന ദൈവത്തിന്റെ കൃപ, വിശുദ്ധന്മാർക്കൊരിക്കൽ വരമേൽപ്പിച്ച അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി നിൽക്കാൻ കഴിയുന്നത് ഒരു കൃപയാണ്. ആ കൃപ കൈവിട്ടു പോകാത്ത ജഗത്തിൻ ജീവിതം ഓരോ ദൈവവിധങ്ങളും ആർജിക്കണം. സ്തോത്രം. അടങ്ങിപ്പോകാൻ സംഗതി ഒരുവായിരുന്നു. ചില ആളുകള് ഈ പള്ളി വിട്ടാലും ആ പള്ളിയുടെ ഒരു അടുത്തുകൂടെ വരുമ്പോ അവിടുത്തെ ആ ശബ്ദമെല്ലാം കേട്ട് കഴിയുമ്പോൾ ഒരാകർഷണം അങ്ങോട്ട് തോന്നുന്നില്ലേ? ഒരുത്തൻ എന്നോട് പറഞ്ഞ, അത് വേറൊരു വിഷയ, ഭയങ്കര കുടിയനായിരുന്നു. പുള്ളി പറഞ്ഞു, ഞാൻ ഇനി ആ പഴയ ജീവിതത്തിലേക്ക് പോകാതെ, ആ കൂട്ടുകാരെയും ആ സ്ഥലത്തൂടൊക്കെ പോകാതെ മാനമര്യാദയ്ക്ക് ജീവിക്കാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, എനിക്ക് അതിന് നേരമൊന്നുമില്ല, നീ അങ്ങോട്ട് പോകുന്നുണ്ടോ ഉണ്ടോ നോക്കിയിരിക്കുകയാണ്. എടാ, രക്ഷിക്കപ്പെട്ടവൻ അതിലേ പോയാലും അവനെ അത് പിടിക്കുകയില്ല. രക്ഷിക്കപ്പെട്ടവൻ അതിലേ വരണം പിറ്റേന്ന്. പണ്ടവൻ തകർന്ന് തരിപ്പണമായ ഷാപ്പിന്റെ മുമ്പിലൂടെ ജയാളിയായിട്ട് പോകണം. അല്ലാതെ ഷാപ്പ് കണ്ട് മാറി നടന്നാൽ ഒരു നിർബന്ധിത ഡിസിപ്ലിനാണ് അവനെ ഭരിക്കുന്നത്. അതങ്ങ് തരും. കേട്ടോ? സെൽഫ് ഡിസിപ്ലിൻ അല്ല സ്പിരിച്വാലിറ്റി. സെൽഫ് ഡിസിപ്ലിൻ ഇല്ലെന്നൊന്നും അല്ലെന്നേ. സെൽഫ് ഡിസിപ്ലിൻ അല്ല നമ്മൾ വിശ്വസിക്കുന്നത്, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, നിന്റെ ആത്മാവിനാ. പള്ളി വിട്ടവൻ, മറ്റു മാർഗം വിട്ടവൻ, രാഷ്ട്രീയം വിട്ടവൻ, അവന്റെ മനസ്സിൽ വരേണ്ട ബോധമെന്ന് ഞാൻ പറയാം. ഇവിടെ യോഹന്നാൻ സുവിശേഷം എഴുതുമ്പോഴേ ഇടയ്ക്കിടയ്ക്ക് രസകരമായ ഒരു പദം കാണാം. അവിടെ യഹൂദന്മാരുടെ ഒരു പെരുന്നാൾ ഉണ്ടായിരുന്നു, യഹൂദന്മാർ ഒരു പള്ളി ഉണ്ടായിരുന്നു, യഹൂദന്മാർ അവനെ വളഞ്ഞു. ഈ പറയുന്നവൻ ആരായിരുന്നു? പുള്ള ചേട്ടനും അനിയനും അപ്പനും ഒക്കെ വന്നെന്ന് വളഞ്ഞ കാര്യം ഈ പറയുന്നത് അല്ലേ? വേണ്ടപ്പെട്ടവൻ കസിൻസ് എല്ലാവിടെ നിന്ന അവരുടെ പള്ളിയിൽ എന്നാ പറയണ്ടേ, അവിടെ ഞങ്ങളുടെ പള്ളിയിൽ ഒരു പ്രോഗ്രാം. വിട്ടുപോകുന്നതിനെ ഓർത്തിരുന്നെങ്കിൽ മടങ്ങിപ്പോകാൻ സംഗതി വരും. കിട്ടിയോ? ബന്ധം വിച്ഛേദിച്ച് പോരേണ്ട, മനുഷ്യത്വം വിച്ഛേദിക്കണമെന്നൊന്നും അല്ലെന്നേ. അങ്ങനെയാണോ? അങ്ങനെയല്ല. മനസ്സിലായില്ലേ? ഒരാൾ എന്നോട് പറഞ്ഞു, നമ്മൾ മരിച്ചുപോയ നമ്മുടെ അപ്പനെയോ അമ്മയോ ഒന്നും ഓർക്കരുത്. ഞാൻ പിന്നെ വല്ലവന്റെ അപ്പനെ ഓർക്കാൻ നോക്കുവോ? ദുഃഖവും വേദനയൊക്കെ വരുമ്പോൾ നമ്മൾ വല്ലവന്റെ അപ്പം, അവിടുത്തെ ഒരു അച്ചായ മരിച്ചു പോയിരുന്നു കേട്ടോ, ഇങ്ങനെ ഇരിക്കാൻ നമുക്ക് പറ്റുമോ? അതല്ലെന്ന് ബന്ധം വിച്ഛേദിക്കണമെന്നല്ല. ആ പ്രോഗ്രാമിൽ പോയി ചാടരുത്. അച്ഛൻ മരിച്ചു, ദുഃഖമുണ്ട് ഇപ്പോഴും, അതെല്ലാം നികത്താൻ പറ്റുന്ന കാര്യമാണോ? അപ്പനും അമ്മയൊക്കെ മരിച്ച ഭയങ്കര ദുഃഖമാണ് എന്നും പറഞ്ഞ് വർഷാവർഷം പോയിട്ട് അവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ? അത് വേറെ. ആചാരത്തിൽ ഞങ്ങളില്ല, അനുഷ്ഠാനത്തിൽ ഞങ്ങളില്ല, അവരോടുള്ള പ്രാർത്ഥനയ്ക്കില്ല. കാരണം അതിന് അപ്പോസ്തോലികമായ പാരമ്പര്യത്തിന്റെ പിൻബലമില്ലെന്ന്. നമ്മൾ പാരമ്പര്യത്തിനെതിരല്ലെന്ന്. ട്രൂ ട്രഡീഷൻ ഉണ്ട്, ശരിക്കും പാരമ്പര്യമുണ്ട്. അതിന് തുടക്കം പൊട്ടിപ്പോയാൽ എങ്ങനെ ഇരിക്കും? തുടക്കം അപ്പോസ്തലപ്രവൃത്തി കിടപ്പുണ്ട്. ആ ചങ്ങല പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ പാരമ്പര്യം പോയി. നമ്മൾ പാരമ്പര്യ മൂല്യങ്ങളിൽ വിശ്വസിക്കണം. യേശു പഠിപ്പിച്ച, അപ്പോസ്തലന്മാർ പഠിപ്പിച്ച, ആദിമസഭ ആചരിച്ച ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്ന് അണുവിട വ്യതിചലിക്കാത്ത പരിശുദ്ധ വിശ്വാസമാകണം നമ്മുടേത്. സ്തോത്രം. യേശുവിന്റെ കയ്യൊപ്പില്ലാത്ത, അപ്പോസ്തോലികമായ അനുഗ്രഹങ്ങളില്ലാത്ത ആ വിശ്വാസമല്ല. അത് പല വഴിക്കുന്ന് കയറി ചർച്ചിനകത്ത് വന്ന് അതിനെ കറക്റ്റഡ് ആക്കിയതാണ്. ഇതൊക്കെ നമുക്ക് ഈ പഠനത്തിന്റെ പുരോഗതി വരുമ്പോൾ മനസ്സിലാവും. ഇതെല്ലാം ഇതിനകത്ത് കിടപ്പുണ്ട്. ഓ, ശുശ്രൂഷകളും എല്ലാം തന്നെയല്ല, അത് നമ്മുടെ ശത്രുക്കളല്ല അവിടെ ഇരിക്കുന്നത്.
ഒരു മനുഷ്യന് ശത്രുവല്ല, വിശേഷിച്ച് ഒട്ടും ശത്രുക്കളല്ല. അറിവുകേട് കൊണ്ടോ ആരൊക്കെയോ പഠിപ്പിച്ച തെറ്റിന്റെ വഴിയിലൂടെ മിസ്ലീഡ് ചെയ്യപ്പെട്ട മനുഷ്യരാണ് അവർ. കാരുണ്യവും സ്നേഹവും ആദരവും അവരോട് കാണിച്ചെങ്കിലേ അവർ ക്രിസ്തുവിന്റെ മഹത്വം മനസ്സിലാക്കൂ. അല്ല, ഞാൻ വിശുദ്ധിയുടെ കൊമ്പത്തിരിക്കുന്നു, ഇവരെല്ലാം കൊടും പാപികൾ, ആ ബോധം വരല്ലേ. ദൈവം അവരെ വിധിക്കണ്ടേ. വെറുപ്പോ വിദ്വേഷമോ വെച്ച് അവരോട് ഇടപെടരുത്. മോശപ്പെട്ട വിധത്തിൽ അവരെ വിമർശിക്കരുത്. ഒരു വിശ്വാസത്തിൽ ഒരു വ്യക്തിയെ നേടേണ്ടതിന് വേണ്ടി ഏറ്റവും മാന്യമായ വിധത്തിൽ മാത്രമേ നമ്മളുടെ സഹജീവികളോടും നമ്മൾ വിട്ടുപോകുന്ന ഇടത്തെ സഹോദരങ്ങളോടും വളരെ മാന്യതയോടെ പെരുമാറാവും, ആദരവോടെ പെരുമാറാവും. അവിടുത്തെ ഒരു വിശ്വാസി എങ്ങനെ പുരോഹിതന്മാരെ ബഹുമാനിക്കുന്ന അതിലും ആദരവോടെ ഇടപാടാവും. ഞാനിങ്ങനെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ എൻ്റെ വിശ്വാസത്തിൽ ബലി കഴിക്കാൻ തയ്യാറില്ല. ഇവിടെ എല്ലാം ബഹുമാനമുള്ളൂ, ഒരു ബുദ്ധിമുട്ടില്ല. വിശ്വാസം ബലി കഴിക്കാൻ പാടില്ല, അതിന് തയ്യാറില്ല, അല്ലേ? ഇതല്ലേ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ പറയുന്നേ, രാജാവേ സംഗതിയൊക്കെ ശരിയാ, ഇക്കാര്യത്തിൽ ഉത്തരം പറയാൻ ആവശ്യമില്ല, പ്രതിവാദം വേണ്ട, അതിന് ഞങ്ങളില്ല. പക്ഷെ നിന്നെ ബഹുമാനിക്കും. അത് നിയമം മാത്രമല്ല, സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്. ടെക്നിക്കലി അല്ല ബഹുമാനിക്കുന്നേ. സ്തോത്രം, പ്രൈസലോ. മനസ്സിലായോ? ആ, തിരിച്ചു വരാം. ഇപ്പോഴേ ഇതിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ. 14 തലമുറകൾക്കപ്പുറത്ത് അപ്പച്ചൻ 10 പേരെ വെട്ടി, 10 രാജാക്കന്മാരോട് പടപൊരുതി നാട്ടിലൂടെ ജയോത്സവത്തിലൂടെ വന്ന വഴി 28ാം തലമുറയിലെ കൊച്ചുമക്കൾ തിരിച്ചവിടെ ചെന്നു. പിടിച്ചോണ്ട് പോയത് അവരെ ആരാന്നറിയോ? നെബൂഖദ്നേസർ എന്ന ബാബിലോന്യ ചക്രവർത്തി. മനസ്സിലായോ? ആ, നെബൂഖദ്നേസർ അവിടെ കൊണ്ടിരുന്നു, പല സ്ഥലത്തിട്ട്. ഇനി ഞാന് വെളിപ്പാട് പുസ്തകവും ദാനിയേൽ പ്രവചനം പഠിക്കുന്നത് നമ്മൾ ഈ അന്ത്യകാല സംഭവം പഠിക്കുന്ന ഈ 2 പുസ്തകങ്ങളെ ആധാരമാക്കിയത് കൊണ്ട് അതിന്റെ ഒരു ടൈറ്റിൽ കൂടി പറയാൻ പോവുകയാണ്. എത്ര അധ്യായ ദാനിയേല്? 12. 12 ചാപ്റ്റേഴ്സ്. 12 ചാപ്റ്റേഴ്സ് ഇൻ ദ ബുക്ക് ഓഫ് ദാനിയേൽ. ഓക്കെ, നോട്ട് കുറിക്കുന്നവർക്കും അല്ലാത്തവർക്കും റെക്കോർഡ് ചെയ്യുന്നവർക്കും വേണ്ടി അതിന്റെ ടൈറ്റിൽ ഞാനൊന്ന് പറഞ്ഞുവിടാം. 1-ാം അധ്യായം, 2-ാം അധ്യായം, 3-ാം അധ്യായം, അങ്ങനെ 12 വരെയുള്ള അധ്യായങ്ങളുടെ ഉള്ളടക്കം എന്തെന്ന് പറയാം. ഓക്കെ, 1-ാം അധ്യായം ഇസ്രായേൽ മക്കൾ ബാബിലോണിൽ, ഓർ ദ ബിഗിനിങ് ഓഫ് ദ ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റി ഓഫ് ഇസ്രായേലൈറ്റ്സ്. ഇതാണ് ചാപ്റ്റർ 1. ഓക്കെ, ചാപ്റ്റർ 2 നെബൂഖദ്നേസർ ചക്രവർത്തി കണ്ടു വളരെ മീനിങ് ആയ അർത്ഥഗർഭമായ ഒരു സ്വപ്നം, വിഷൻ ഓഫ് നെബൂഖദ്നേസർ. അതാണ് ചാപ്റ്റർ 2. ഓക്കെ, ചാപ്റ്റർ 3 ഗോൾഡൻ ഇമേജ് ആണ്, സ്വർണബിംബമാണ്. അടുത്തത് ദൂരാസമഭൂമിയിലെ സ്വർണബിംബം. ചാപ്റ്റർ 4 ആകാശത്തോളം എത്തുന്ന ഒരു വലിയ വൃക്ഷത്തിന്റെ ദർശനം, അനദർ വിഷൻ ഓഫ് നെബൂഖദ്നേസർ. അതെന്തായിരുന്നു? ഒരു വലിയ മരം, ട്രീ. 5-ാം അധ്യായം ദ ഡിന്നർ ഓഫ് ബേൽഷസർ. ഓക്കെ, ബേൽഷസറിന്റെ വിരുന്ന്. അന്ന് തന്നെ ബാബിലോൺ തകർന്നു, ബാബിലോണിന്റെ പതനം, ദ ഡിസ്ട്രക്ഷൻ ഓഫ് ബാബിലോണിയൻ എംപയർ. ഓക്കെ, 6-ാം അധ്യായം ഒരു പുതിയ സാമ്രാജ്യം രംഗത്തേറുകയാണ്. 2 സാമ്രാജ്യങ്ങൾ ഒന്നായി ചേർന്ന് വരുന്ന ഒരു പുതിയ സാമ്രാജ്യം, മീഡോ പേർഷ്യൻ എംപയർ. ഓക്കെ, ദ ബിഗിനിങ് ഓഫ് ദ ഒറിജിൻ ഓഫ് മീഡോ പേർഷ്യൻ എംപയർ ആൻഡ് ദ റൂളർ വാസ് ദാരിയൂസ്. ദാര്യാവേശ് രാജാവിന്റെ ഭരണം. 6-ാം അധ്യായം. ഓക്കെ, ചാപ്റ്റർ 7 ഡാനിയൽസ് ഡ്രീം. ദാനിയേലിന്റെ ഒരു വിഷൻ. ആ വിഷൻ എന്താണെന്ന് അറിയണ്ടേ? തമ്മിൽ ഭേദിച്ചിരിക്കുന്ന, വ്യത്യാസപ്പെട്ടിരിക്കുന്ന 4 മഹാമൃഗങ്ങൾ കടലിൽ നിന്ന് കയറി വരും. 4 beasts ഫ്രം ദ സീ. അപ്പോ ഇതാണ് ചാപ്റ്റർ 7. ചാപ്റ്റർ 9 70 ഹെപ്റ്റാഡ്സ്. ചാപ്റ്റർ 8 പറഞ്ഞില്ല. ചാപ്റ്റർ 8 2 ആടുകൾ, ഒരാട്ടുകൊറ്റനും കോലാട്ടുകൊറ്റനും, 2 ആടുകളെ, അവ തമ്മിലുള്ള എന്താ കൂട്ടിയിടി, ഇടി, എന്താണ് പറയുന്ന, ശണ്ട അല്ലേ, വഴക്ക്.
ഫൈറ്റിംഗ്, ആട്ടുകൊറ്റനും കോലാട്ടുകൊറ്റനും. ചാപ്റ്റർ 9, 90 ഹെക്ടാർസ് 70 ഹെക്ടാർസ് 70 ആഴ്ചകൾ പ്രഗർഭങ്ങളായ പ്രൊഫസിയിൽ വളരെ പ്രധാനപ്പെട്ട 70 ആഴ്ചകൾ വെച്ചുകൊണ്ട്. ഇനി ചാപ്റ്റർ 10 വളരെ രസകരമാണ്. അപ്പിയറൻസ് ഓഫ് എ പവർഫുൾ ഏഞ്ചൽ, ശക്തനായ എ മൈറ്റി ഏഞ്ചൽ, ശക്തനായ ദൂതൻ രംഗപ്രവേശം ചെയ്യുന്നു. ചാപ്റ്റർ 11, കണ്ണിങ് ആയ ഒരു റൂളർ എഴുന്നേൽക്കുന്നു. എന്ന് വെച്ചാൽ ആൻഡക്രൈസ്റ്റിന്റെ രംഗപ്രവേശം, ഇത് ക്രിസ്തു വരുന്നു. ഇതാണ് ചാപ്റ്റർ 11. ആൻഡ് ചാപ്റ്റർ 12, ദ ഇറ്റേണിറ്റി. ഓക്കെ, വിശ്രാമം അല്ലെങ്കിൽ ഇറ്റേണൽ ലൈഫിലേക്കുള്ള പ്രവേശനം. ഇങ്ങനെയാണ് 12 ചാപ്റ്റേഴ്സ്. ഒന്നുകൂടെ പറയണോ? ചാപ്റ്റർ 1 ഇസ്രായേൽ മക്കൾ ബാബിലോണിയ പ്രവാസം. ചാപ്റ്റർ 2 നെബൂഖദ്നേസർ സ്വപ്നം. ചാപ്റ്റർ 3 ദൂരാ സമഭൂമിയിലെ സ്വർണബിംബം. 4 ആകാശത്തോളം എത്തുന്ന വൃക്ഷം. 5 ബേൽശസ്സറുടെ വിരുന്ന്. 6 ദാരിയൂസിന്റെ ഭരണം, അതായത് മീദോ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ഉദയം. 7 തമ്മിൽ വേദിച്ചിരിക്കുന്ന 4 മഹാമൃഗങ്ങൾ കടലിൽ നിന്ന് കയറി വരുന്നു എന്ന് ദാനിയേൽ കാണുന്ന സ്വപ്നം. 8 ആട്ടുകൊറ്റനും കോലാട്ടുകൊറ്റനും. 9 70 ആഴ്ചവട്ടം. 10 മഹാനായ ശക്തനായൊരു ദൂതൻ. 11 എതിർക്രിസ്തുവിന്റെ രംഗപ്രവേശം. 12 വിശ്രാമം, ദൈവമക്കളുടെ പ്രതിഫലം, നിത്യത ഒക്കെ ആണ് ഉള്ളടക്കം. അപ്പൊ നമുക്ക് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ചാപ്റ്റർ 1 പഠിക്കണ്ടേ? ഇനിയും പഠിക്കേണ്ട കാര്യമില്ല, അത് പഠിച്ചു കഴിഞ്ഞു. മനസ്സിലായോ? ഇസ്രായേൽ മക്കൾ ബാബിലോണിൽ വന്നില്ലേ, പിന്നെ ഇനി എന്താ പഠിക്കാതിരിക്കുന്നു? എല്ലാം ഇത്ര പെട്ടെന്ന് സംഭവിക്കും നമ്മൾ ഓർത്തില്ലല്ലേ? കാര്യങ്ങൾ പോകുന്നൊരു പോക്ക് കണ്ടോ? അർത്ഥം പോകുന്നൊരു പോക്ക് കണ്ടോ? ഇസ്രായേൽ മക്കൾ ബാബിലോണിൽ വന്നു, അവരവിടെ പെട്ടു അല്ലേ? സമയം എത്ര ഉണ്ട്? തീർന്നോ? മതി കണ്ടോ? വന്ന് നിന്ന് ആ സമയം കണ്ടോ? അവരെ സമയം നല്ല കാര്യം എന്നൊക്കെ നമ്മൾ പറയില്ലേ ചിലപ്പോൾ, പറഞ്ഞല്ലോ. ഏതായാലും ഇന്ന് പിരിയുമ്പോൾ ഒരു കാര്യം ദൈവമക്കൾ ഓർക്കണം. ഈ ഇസ്രായേൽ മക്കളെ ഇവിടെ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളിൽ അകപ്പെട്ടു പോകുന്നുണ്ട്. ഏതൊരു മനുഷ്യനും ഈ ഇത്തരം ചില ട്രമണ്ടസ് സിറ്റുവേഷൻസ് ജീവിതത്തിലും, ട്രബിൾസ് ആൻഡ് ടെംപ്റ്റേഷൻസ്, പ്രോബ്ലംസ്, ഭക്തൻ അവിടുന്ന് പൊങ്ങുന്നത് ഏറ്റവും ശക്തമായ ചിലതിനെ പ്രാപിച്ചുകൊണ്ടായിരിക്കും. ഏതാഴക്കയത്തിൽ മുക്കിയിട്ടാലും നമ്മൾ കയറി വരുമ്പോൾ ഈ കരം നിറച്ച് ചിലതൊക്കെ നമ്മുടെ പക്കൽ കാണും. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലെ ഏറ്റവും മൂല്യവത്തായ കൃതികൾ പിറന്നതൊക്കെ ഈ കിടപ്പിലാണ്. റേഡിയോ വരാനിരിക്കുന്ന ലോകത്തിന്റെ മുഴുവൻ മാറ്റത്തെ ഈ 12 അധ്യായങ്ങളിൽ വളരെ കൃത്യമായിട്ട് നോക്കണം. എന്നെ ഇവിടെ രോമാഞ്ചം കൊള്ളിക്കുന്ന ഒത്തിരി സംഗതികൾ ഇതിനകത്തുണ്ടെന്നേ. അതിവേഗത്തിൽ ലോകത്തെ പിടിച്ചടക്കുന്ന മഹാനായ അലക്സാണ്ടർ ജനിക്കുന്നതിന്റെ 3 നൂറ്റാണ്ട് മുമ്പ് ജീവിച്ചിരുന്ന ദൈവപുരുഷൻ അലക്സാണ്ടർ പടയോട്ടത്തിന്റെ താളം കൃത്യമായി ഇതിൽ എഴുതി വെച്ചു. നാശനഷ്ടങ്ങൾ എഴുതി വെച്ചു. വരാൻ പോകുന്ന എതിർക്രിസ്തുവിന്റെ രൂപഭാവങ്ങൾ എഴുതി വെച്ചു. ഞാനത് ഒരു സൂചന പറഞ്ഞു, 1 മിനിറ്റ് ഒന്ന് നോക്കാം. കാര്യം പഠിച്ചു. എതിർക്രിസ്തുവിനെ പറ്റി അതിനകത്തൊരു സൂചന ഉണ്ടെന്നറിയോ? അവന്റെ സ്വഭാവം. 1, ഇവനെ കുറിച്ച് 15 അധ്യായത്തിൽ പറയാം. ഇവൻ കോട്ടകളുടെ ദേവനെ ബഹുമാനിക്കും. കോട്ടകളുടെ ദേവനെ. ഈ വരുന്നവന്റെ പ്രത്യേകത, അവൻ തന്നെ ദൈവത്തിനും പൂജാഭിഷേകത്തിനും ഒക്കെ എതിരായിരിക്കും, പക്ഷെ അവൻ കോട്ടകളുടെ ദേവനെ ബഹുമാനിക്കും. അപ്പൊ ഈ എത്തിസമാണ് ഇവന്റെ വഴി. പക്ഷെ അവൻ ഈ കോട്ടകളുടെ ദേവനെ ബഹുമാനിക്കും എന്ന് വെച്ചാൽ ഡിഫൻസിൽ ശ്രദ്ധ കൊടുക്കും. അടുത്ത ഒന്നുകൂടെ മനസ്സിലാക്കിക്കോ. അവൻ സ്ത്രീകളുടെ ഇഷ്ടദേവനെ കൂട്ടാക്കുകയില്ല. ഒരു മിസ്റ്ററിയാണ്. ആ മിസ്റ്ററി നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും. സ്ത്രീകളുടെ ഇഷ്ടദേവൻ ഇവിടെ അക്ഷരാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്ന അപ്പോളോ, ഇങ്ങനെയുള്ള ദേവന്മാരുണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ നോർമലായ ദാമ്പത്യ ജീവിതമായിരിക്കില്ല ഇവന് ഇഷ്ടപ്പെടുന്നതെന്ന് മുമ്പേ പറഞ്ഞ ടൈപ്പായിരിക്കും. കിട്ടിയോ? അതിന്റെ വരവ് കണ്ടോ? വരുന്ന രീതി. ഞാനിത് 10. അപ്പോൾ ഒരു കാര്യം കൂടെ പഠിച്ചു. ഇങ്ങനൊരു പ്രശ്നം പണ്ട് സോതോമിലുണ്ടായപ്പോൾ വൈപ്പ് ഔട്ട് ആക്കി കളഞ്ഞു, ശൂന്യമാക്കി.
ഇനി അടുത്തൊരു വചനം കൂടി നമുക്ക് ചിന്തിക്കാം. ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിങ്ങൾ കാണുമെന്ന്. ഒരു കാര്യം ചാലഞ്ചായിട്ട് ഞാൻ പറയാം. നിങ്ങൾ ഇവിടെ കമ്മിറ്റി കൂടും, താമസം വിനാ ഞാനും നിങ്ങളും ഒക്കെ ജീവനോടുണ്ടെങ്കിൽ അത്രയും നാളൊന്നും വേണ്ടെന്ന്, 4-5 വർഷമൊന്നും വേണ്ട. അതിനു മുമ്പ് കമ്മിറ്റി കൂടി നമ്മുടെ ചർച്ചകളിൽ തർക്കമാകും. ഇത്തരം ശൂന്യമാക്കുന്ന മ്ലേച്ഛതകളെ നമുക്ക് ഉൾക്കൊള്ളാമോ വേണ്ടയോ? നിർബന്ധം നമ്മുടെ മേൽ വരും, നിയമത്തിന്റെ നിർബന്ധം. ഞാനിത് 10 കൊല്ലം മുമ്പ് പറഞ്ഞു കിടപ്പുണ്ട്. ഒരു കുഴപ്പം, അന്ന് ഇത്രയും സംഭവങ്ങളില്ല. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ, കടുകട്ടിയായ കൺസർവേറ്റീവ്സ് ഉള്ള രാജ്യങ്ങളിൽ ഇത്തരം സ്ഥിതിവിശേഷങ്ങൾ സംജാതമാകുമ്പോൾ ഭക്തനൊരു കാര്യം ഉറപ്പിച്ചിരിക്കണം: ഈ പുസ്തകം പറഞ്ഞതെല്ലാം അക്ഷരാർത്ഥത്തിൽ നിറവേറുന്ന ഈ ഗ്രന്ഥവും കൊണ്ടാണ് ഇവിടെ വന്നതെങ്കിൽ ഇത് കാലത്തെ വിശകലനം ചെയ്ത ഉജ്ജ്വലമായ തിരുവെഴുത്തിന്റെ രേഖയാണ്. ഇതിനെ പഠിക്കുക, വായിക്കുക, അഭിമാന പുരസ്സരം പ്രസംഗിക്കുക. ഇതിന്റെ പേരിൽ ഏത് നഷ്ടം വന്നാലും മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയാതെ നിവരെ നിൽക്കാൻ സർവശക്തൻ കൃപയും ശക്തിയും തരട്ടെ എന്ന പ്രാർത്ഥനയിൽ നമ്മുടെ ആദ്യ ദിന ക്ലാസ്സുകൾ ഇന്ന് അവസാനിക്കുന്നു. നാളെ അല്പം റിപ്പീറ്റ് ചെയ്യും. പുതുതായിട്ട് വരുന്നവർക്ക് വേണ്ടി നമ്മൾ ഇതിലേക്ക് വീണ്ടും കിടക്ക്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.